ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ധ്യാന ശ്ലോകം. അന്തര്യശ്ച ബഹിർവിധൂതതിമിരം ജ്യോതിർമയം ശാശ്വതം സ്ഥാനം പ്രാപ്യ വിരാജത്തെ വിനമതാം അജ്ഞാനമുന്മൂലയൻ പശ്യൻ വിശ്വമപീതമുല്ലസതി യോഃ വിശ്വസ്യ പാരേ പരഃ തസ്മൈ ശ്രീരമണായ ലോകഗുരവേ ശോകസ്യ ഹന്ത്രേ നമഃ. തസ്മൈ ശ്രീരമണായ ലോകഗുരവേ ശോകസ്യ ഹന്ത്രേ നമഃ. അറിയോ, നമ്മൾ ഉപദേശസാരമായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഉപദേശസാരത്തിലേക്ക് ഇതുവരെ എത്തിയില്ല. നമ്മൾ ആദ്യം വേദാന്ത ചിന്തനത്തിനെ പറ്റി കണ്ടു. വേദാന്തമാണ് നമ്മൾ അവസാനം ഏറ്റവും ആത്യന്തികമായിട്ട് നമ്മൾ എത്തേണ്ടത് എന്ന് കണ്ടു. കാര്യം എന്നാ, ഞാൻ പൂർണ്ണനാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് ഉയരണം. ഓക്കെ, ഈ വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. ചിലതൊക്കെ സിനിമയിൽ ഡയലോഗായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് സത്യത്തിൽ ഉപനിഷത്തിലൊക്കെ വന്നിട്ടുള്ളതാണ്. അവരാണ് ആ ഒരു പഞ്ചിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അത് സിനിമ ഡയലോഗൊക്കെ ആക്കിയേക്കുന്നത്. നമ്മൾ ആരെങ്കിലും ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞ ഏത് സിനിമയിലെ ഡയലോഗാ? ഒപ്പം എല്ലാവരും പറയും നന്ദനത്തിലാണെന്ന്. പക്ഷെ അതിൻ്റെ ഒരു ഗംഭീര കണക്ഷൻ ഉണ്ട്. എന്താ കാര്യം? ഭഗവാനെ കണ്ടതാരാ? ആ കുട്ടി മാത്രമേ ഉള്ളൂ. അപ്പം ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നാണ്. അതായത് ആരാണോ ഭഗവാനെ കാണുന്നത് അവർ മാത്രമേ കാണുന്നുള്ളൂ എന്നാണ്. അതേപോലെ ഞാനേ അറിയുന്നുള്ളൂ, ഞാൻ മാത്രമേ അറിയുന്നുള്ളൂ. എന്ത്? എപ്പോഴേ നമ്മൾ അറിവ് നേടുന്നുള്ളൂ. ഞാൻ ആത്മജ്ഞാനം നേടുമ്പം മാത്രമേ സത്യത്തിൽ അറിവ് നേടുന്നുള്ളൂ. അല്ലെങ്കിലോ നമ്മൾ കുറേ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. എപ്പോഴാണോ ഞാൻ ആ പൂർണ്ണസ്വരൂപിയാണ്, ആത്മാവാണ് എന്ന് അറിയുന്നത്, അപ്പോഴേ സത്യത്തിൽ നമ്മൾ അറിവുള്ളവനാണ് എന്ന് പറയുള്ളൂ. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ബാക്കിയ സമയത്തൊക്കെ നമ്മൾ ബുദ്ധിയില്ലാത്തവൻ എന്നാണ് പറയാ. തുളസിദാസിയൊക്കെ പറയും ബുദ്ധിഹീന തനുജാനിക്ക് സുമരോ പവനകുമാരൻ. ബുദ്ധിഹീനനാണെന്ന് ഞാൻ. കാര്യം എന്നാ, ഞാൻ അറിയേണ്ടത് അറിഞ്ഞിട്ടില്ല. അപ്പം അത്രയും കാലം നമ്മൾ ആരാണ്? ബുദ്ധിഹീനന്മാരാണ്. എപ്പോഴാണോ നമ്മൾ അറിയുന്നത് അപ്പോൾ നമുക്ക് അറിവുണ്ടാവും. അപ്പോൾ ആ വേദാന്തം അറിയണം, അതിനു വേണ്ടിയിട്ട് ചിന്തനം ചെയ്യണം. ഓക്കെ, എന്നിട്ടോ ഇതിന് എളുപ്പമാർഗങ്ങളുണ്ട്. എന്താ? ഒരു എളുപ്പമാർഗം മഹാത്മാക്കളുടെ പാത പിന്തുടരുക എന്നുള്ളതാണ്. ട്രാൻസ്ഫോർമേഷന്, മാറ്റത്തിന്, പരിവർത്തനത്തിന് ഏറ്റവും എളുപ്പം എന്താ? മാറിയ ഒരാളെ കണ്ടുപഠിക്കുക എന്നുള്ളതാണ്. അപ്പം മഹാത്മാക്കളുടെ കഥ നമ്മൾ പഠിക്കുകയും ശ്രവിക്കുകയും അത് അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? വീണ്ടും അവരെ കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ടാണ്. രമണ മഹർഷിയുടെ കഥ നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ട് എങ്കിൽ കാര്യം എന്താണ്? നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു ഇൻസ്പിറേഷനും കൂടെ കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പം മഹാത്മാക്കളുടെ കഥ വീണ്ടും 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 നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കണം എന്നാണ്. അപ്പം നമ്മൾ രമണ മഹർഷിയെ പറ്റി ഇന്നലെ പറഞ്ഞു. പക്ഷേ നമുക്കൊന്നും അദ്ദേഹത്തിനെ പറ്റി വിശദീകരിക്കാനേ പറ്റില്ല. ആ സച്ചിദാനന്ദ സ്വരൂപി തന്നെയാണ് എന്ന് മനസ്സിലാക്കിയാൽ അത് ഗുരു തന്നെയാണ്. ആ ഗുരു എന്ന് പറയുന്നതാണ് ആത്മസ്വരൂപി തന്നെയാണ് എന്നെല്ലാം മനസ്സിലാക്കാം. എന്നിട്ടോ നമ്മൾ ഉപദേശസാരം ഉണ്ടാകാനുള്ള കാര്യം പറഞ്ഞു. എന്തായിരുന്നു? മുരുകനാർ എന്ന് പറയുന്ന ആള്, അദ്ദേഹം ആ ഒരു ശിവപുരാണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ ശിവപുരാണത്തിൽ പറയുന്നതായിട്ടുള്ള ആ ഒരു കഥ രമണ സന്നിധി മുറ എന്ന് പറയുന്ന ഒരു തമിഴ് കൃതിയായിട്ട് എഴുതുന്ന സമയത്ത് ദാരുകവനത്തിലെ ആ ഋഷിമാരുടെ അല്ലെങ്കിൽ ആ കർമ്മഠന്മാരുടെ കഥ വന്നു. അപ്പോൾ അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ നേർവഴി നടത്താൻ വേണ്ടിയിട്ട്, അവരെ ലക്ഷ്യം കാണിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവിടെ വന്നു. അപ്പോൾ ഭഗവാന്റെ ഉപദേശമാണെന്ത്? നമ്മൾ ഉപദേശസാരമായിട്ട് കാണും. ഓക്കെ, അപ്പോൾ ദാരുകവനത്തിലെ കഥ ഞാൻ മുഴുവനൊന്നും പറഞ്ഞില്ല. ദാരുകവനത്തിൽ കഥ ഉണ്ടായെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കഥ ഇങ്ങനെ പറയും, പെട്ടെന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കുറച്ച് അധികാരമോ കുറച്ച് കഴിവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അഹങ്കാരം വരും. നാച്ചുറലാണ്, മനുഷ്യന്മാരല്ലേ, ഉണ്ടാവും. ഇവർക്കും ഇതേ ഒരു അഹങ്കാരം ഉണ്ടായി. ഞാനാണ് ഇവിടെ അധികാരി, എല്ലാവർക്കും മേലാകി എന്ന് പറഞ്ഞ് ആ പാട്ട് പാടിയിരിക്കും. കാര്യം എന്നാ, ഇവർ വിചാരിക്കുന്നതൊക്കെ ഇവർക്ക് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ അത് തമാശ എന്താണെന്ന് വെച്ചാൽ
ഇവർക്ക് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അറിഞ്ഞിട്ടില്ല. ഇവർ വിചാരിച്ചിരുന്ന ലക്ഷ്യം ഇവിടം വരെ എത്തിയാൽ മതി, ഇവിടെ എനിക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് എന്താ, അഹങ്കാരത്തോടുകൂടി ഇരിക്കുമ്പോൾ ആ കരുണാസാഗരനായിട്ടുള്ള ഭഗവാൻ വന്നിട്ട് ഇവരുടെ അഹങ്കാരത്തിനെ മാറ്റിയിട്ട് അവരെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനാണ് പ്ലാൻ. ഭഗവാൻ എന്ത് ചെയ്തു? ഒരു ലീലയാണ് ഇതൊക്കെ, ഭഗവാന്റെ ഒരു കളിയാണ്. ഭഗവാൻ വിഷ്ണുവിനെ കൂടെ കൂട്ടുപിടിച്ചു എന്നാ. അപ്പോൾ ഇവർ രണ്ടും കൂടെ ചേരുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഭഗവാൻ ഒരു യുവകോമളനായിട്ടുള്ള, ഭഗവാൻ പരമശിവൻ ഒരു യുവകോമളനായിട്ടുള്ള ഒരു മുനിയായിട്ട്, അല്ലെങ്കിൽ ഒരു യതിയായിട്ട്, ഒരു സന്യാസി കുമാരനായിട്ട്, സന്യാസി എന്ന് പറയേണ്ട, ഒരു മുനികുമാരനായിട്ട് രൂപമെടുത്തു എന്നാണ്. ഭഗവാൻ ഗംഭീരമാണ്, സുന്ദരേശ്വരനാണ് അല്ലേ. സത്യത്തിൽ ഏറ്റവും സുന്ദരം ഭഗവാനാണ്. പിന്നെ ആ സൗന്ദര്യം കൊണ്ട് ലോകം മയങ്ങിപ്പോകാതിരിക്കാനാണ് പുള്ളി വാസ്തുവാക്കായിട്ട് വൃത്തിയായിട്ട രീതി നടക്കുന്നതെന്നാണ് സത്യത്തിൽ. അപ്പം ഭഗവാന്റെ ആ ഒരു യഥാർത്ഥ രൂപത്തിൽ മുനികുമാരനായിട്ട് വന്നു. ഭഗവാൻ വിഷ്ണു മോഹിനിയുടെ രൂപം എടുത്തു എന്നാണ്. ഓക്കെ, മോഹിനിയുടെ രൂപം എടുത്തിട്ട് എന്താണ്, ഈ കർമ്മടന്മാരുടെ ഒക്കെ വിഷ്ണു വന്നപ്പോഴത്തേക്കും ഈ മോഹിനിയിൽ ഇവർ മോഹം കൊണ്ടിട്ട് ഇവർ വിഷ്ണുവിൻ്റെ പുറകെ പോയി, അല്ലെങ്കിൽ മോഹിനിയുടെ പുറകെ പോയി. ഓക്കെ, സാധാരണ കഥ, ലോകത്തിലെ കഥയാണ്. ഓക്കെ, അങ്ങനെ പോയി. ഈ സമയത്ത് ശിവഭഗവാൻ എന്ത് ചെയ്തു, അദ്ദേഹം ഇവരുടെ വീട്ടിൽ നിന്നു. അപ്പം അവിടെ ഇവരുടെ ഭാര്യമാരൊക്കെ ഉണ്ട്. അവർ ഭഗവാനിൽ മോഹിച്ച് ഇവരുടെ കൂടെ പോയി. കുറെ കഴിഞ്ഞ് മോഹിനി എന്താ, ഈ ഋഷിമാരെ വട്ടം ചുറ്റിയിട്ട് മോഹിനിയുടെ പാട്ടിൽ പോയി. അപ്പം ഇവർ കഷ്ടപ്പെട്ട് അയ്യോ ഇത് പോയല്ലോ, ഇത് തെറ്റ് പറ്റിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവർ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിലാരുമില്ല, വീട്ടിലുള്ള ഭാര്യമാരൊക്കെ പോയി. എവിടെയോ ഇവർ നോക്കുമ്പോഴെന്താണ്, ഈ ഒരു മുനികുമാരൻ്റെ കൂടെ ഇവർ നിൽക്കുകയാണ്. ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു. ഇവരെന്ത് ചെയ്തു, ഈ മുനികുമാരനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ആഭിചാരം ചെയ്തു എന്നാണ്. ഓക്കെ, ഒന്ന് ആഭിചാരം നമ്മൾ കണ്ടില്ലോ, ഹോം എന്നല്ല പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ, എന്തോ, അതായത് ബാക്കിയുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള കാര്യം ചെയ്തു. അപ്പോൾ എന്താ, ആദ്യം തന്നെ ഒരു ഹോമകുണ്ടത്തിൽ നിന്ന് ഒരു കടുവയെ വിട്ടു എന്നാണ്. ഭഗവാൻ എന്ത് ചെയ്തു, ആ കടുവയുടെ തോലെടുത്ത് പുതച്ചു എന്നാണ്. മനസ്സിലായത്, ആനയെ വിട്ടു എന്നാണ്. ഓക്കെ, ആ ആനയുടെ തോലെടുത്ത് ഭഗവാൻ ചുറ്റി എന്നാണ്. ഭഗവാൻ ആനയുടെ ചോലൊക്കെ ഇങ്ങനെയാണ് അതൊക്കെ വന്നതെന്നാണ്. മനസ്സിലായത്. പിന്നെ തൃശൂലത്തിനെ അയച്ചു, ആ തൃശൂലത്തിനെ ആയുധമായിട്ട് എടുത്തു എന്നാണ്. അഗ്നിയെ എടുത്തു, അഗ്നിയെ കണ്ണിലേക്ക് എടുത്തു എന്നെല്ലാം പറഞ്ഞത്. അപ്പം ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇവർക്ക് മനസ്സിലായി ഈ വന്നേക്കുന്ന ആള് ചില്ലറക്കാരനല്ല. എന്നാൽ എന്ത് ചെയ്തു, അവര് സറണ്ടർ ചെയ്തു, ഭഗവാന്റെ മുമ്പിൽ അവർ സറണ്ടർ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് എവിടാ തെറ്റിപ്പോയത്, ഓക്കെ, അത് പറഞ്ഞു തരും. ഓക്കെ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം പണ്ടത്തെ കാലത്ത് ബോധം ഉണ്ടായിരുന്ന ആൾക്കാരുള്ള കാലത്ത്, അപ്പോൾ നമുക്ക് ബോധമില്ലേ, കഷ്ടമാണ്, ഉള്ള കാലത്ത് തെറ്റ് മനസ്സിലാക്കിയാൽ ഇവർ അംഗീകരിച്ചാൽ അവരവരുടെ ആ കോർ ഫിലോസഫി തന്നെ മാറാൻ ചിലപ്പം നിന്നു കൊടുക്കും. നമ്മൾ ചിലപ്പോൾ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അംഗീകരിക്കും, പക്ഷെ ഉള്ളിൽ സമ്മതിച്ചു തരൂല. ഓക്കെ, ചിലപ്പോൾ നമ്മൾ പുറത്തോട്ട് പറയത്തില്ലെങ്കിലും നമ്മൾ മാറത്തില്ല. ഇന്നത്തെ കഥയാണ് പറയുന്നത്, കൂടുതൽ ആൾക്കാരുടെ കാര്യമാണ്. ഇപ്പം സുരേശ്വരാചാര്യ സ്വാമികളുടെ എല്ലാം കഥ കേട്ടിട്ടില്ലേ? ആരാ സുരേശ്വരാചാര്യ സ്വാമികളുടെ? ശങ്കരാചാര്യ സ്വാമികളുടെ 4 ശിഷ്യന്മാരിൽ ഒരാളാണ്. അദ്ദേഹം കർമ്മഠനായിരുന്നു എന്നാണ്. ഓക്കെ, അദ്ദേഹം ശങ്കരാചാര്യ സ്വാമികളുമായിട്ട് എന്താണ് തർക്കം ചെയ്തതിന് ശേഷം ശങ്കരാചാര്യ സ്വാമികളുടെ ഫിലോസഫിയാണ് സത്യം എന്ന് മനസ്സിലാക്കിയ സമയത്ത് ഇത്ര കാലം അദ്ദേഹം പരിശീലിച്ചു വന്നിരുന്ന, ആചരിച്ചു വന്നിരുന്ന ഫിലോസഫിയെ മാറാൻ വേണ്ടിയിട്ട് തയ്യാറായി. എന്നിട്ട് ശങ്കരാചാര്യ സ്വാമികളുടെ ശിഷ്യനായി എന്നാണ്. നമ്മളെ കൊണ്ട് ഇത് എത്ര പേർക്ക് പറ്റും? അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ ലോജിക്കലാണ് എങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മാറണം എന്നാണ് താല്പര്യം. എന്തിനാ ഈ പുരാണ കഥകളൊക്കെ വെച്ചിരിക്കുക? ഇത്രയും വലിയ കർമ്മടന്മാർ പോലും അവർ ഭഗവാനിൽ നിന്ന് സത്യം അറിഞ്ഞ സമയത്ത് അവരവരുടെ ഫിലോസഫിയെ വരെ മാറ്റിയെന്നാണ്. അവരെന്ത് ആചരിക്കുന്നു എന്നുള്ളത് മാറ്റിയതാണ്. ഓക്കെ, ഭഗവാൻ അവരോട് ഉപദേശിച്ചു. അപ്പം ഇത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തിരുവാസകം എന്ന് പറയുന്ന ഒരു കൃതിയുടെ മീറ്ററിലാണ് തമിഴിൽ എഴുതിയത്. ഓക്കെ, അതിനെന്താണ്ട് പേരുണ്ട്, ഉന്തിപര എന്നങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ രീതിയിലാണ് അത് എഴുതിയത്. സംസ്കൃതത്തിൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വായിക്കാൻ പോകുന്ന, ചൊല്ലാൻ പോകുന്ന രീതിയിലാണ് നമ്മൾ സംസ്കൃതത്തിൽ ഇത് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ ഒരു 3 ശ്ലോകങ്ങൾ ഞാൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു സംസ്കൃതത്തിൽ. ഓക്കെ, അപ്പം ഞാൻ ചൊല്ലിത്തരാം. ഏറ്റവും വലിയ ഇത് വളരെ സിമ്പിളാണേ. റെഡിയല്ലേ? ഓക്കെ, ഞാൻ ചൊല്ലിത്തരാം. ഏറ്റവും വലിയ ഇത് മീറ്റർ കറക്റ്റ് ആവണമെങ്കിൽ 2 പ്രാവശ്യം ചെല്ലണം, അല്ലെങ്കിൽ ഒന്നാമത്തെ രണ്ടാമത്തെ ശ്ലോകം കൂടെ ചെല്ലണം, എങ്കിലേ അതൊന്ന് ഫുള്ളായിട്ട് വരത്തുള്ളൂ. ഓക്കെ, കർത്തുരാജ്ഞയാ പ്രാപ്യതേ ഫലം
കർമ്മ കിം പരം കർമ്മ തജ്ജഡം. കർത്തുരാജ്ഞയാ പ്രാപ്യതേ ഫലം. കർമ്മ കിം പരം കർമ്മ തജ്ജഡം. ഓക്കെ, എൻ്റെ പാട്ടിനെയൊക്കെ നിങ്ങൾ അങ്ങ് സഹിക്കുക, ക്ഷമിക്കുക. ഓക്കെ, ഇത് രണ്ടാമത്തെ ശ്ലോകം കൂടെ നമുക്ക് കാണാം. എങ്കിൽ കൂടെയും കർത്തുരാജ്ഞയാ പ്രാപ്യതേ ഫലം കർമ്മ കിംപരം കർമ്മ തജ്ജഡം. ഓക്കെ, ഇത് ഭഗവാന്റെ ചോദ്യമാണ്. ചോദ്യം മാത്രമല്ല, ഇങ്ങനെയാണ് ഭഗവാന്റെ ഉപദേശം തുടങ്ങാന്ന്. ഏത് ഭഗവാന്റെ? ശിവ. കർത്തുഹു, കർത്തു എന്ന് പറഞ്ഞാൽ ആരാണ്? ഈശ്വരൻ. ഫലം നൽകുന്ന ആള്, അല്ലെങ്കിലോ ഡൂവർ, ചെയ്യുന്ന ആള്. അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ പറയത്തില്ല കർത്താവ്, കർത്താവ് എന്ന് പറയത്തില്ലേ? ആ കർത്താവ് ഇതിൻ്റെ അകത്തുനിന്ന് വന്നാ, അല്ലാതെ വേറൊരു ഫിലോസഫിയിൽ നിന്നൊന്നുമല്ല, കർത്താവാണ്. ഓക്കെ, എല്ലാം ചെയ്യുന്നവനായിട്ടുള്ള കർത്താവ്. ഫലം, ഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കർമ്മഫലം അത് പരമം, ഏറ്റവും ഉയർന്നത്. ജഡം, ജഡം. ഞാൻ എന്താണ് അതിൻ്റെ അർത്ഥം വായിക്കുക. അതിന് ശേഷം ആജ്ഞ കൊണ്ട് പ്രാപ്യത ലഭിക്കുന്നു. കിം, എങ്ങനെ, തത് കർമ്മം, ആ കർമ്മം. ഇത്രയാണോ വന്നത്? ഇതെന്താ പറഞ്ഞേക്കുന്നത്? ഒന്നും മനസ്സിലായില്ലല്ലോ. അതായത് ലോകത്തിൻ്റെ സൃഷ്ടാവിൻ്റെ കൽപ്പനയാൽ, അതായത് ഈശ്വരൻ്റെ കൽപ്പനയാൽ കർമ്മങ്ങളുടെ ഫലം ലഭിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ കർമ്മം പരമോന്നതമാകുന്നത്? സത്യത്തിൽ കർമ്മം ജഡമാണ്. ഓക്കെ, എന്താ സ്റ്റേറ്റ്മെന്റ് ഇത്രയേ ഉള്ളൂ. ഒരു ചോദ്യം കണക്കാണ് വരിക. അതായത് ഈ കാണുന്ന കർമ്മത്തിൻ്റെയൊക്കെ ഫലം എന്താണ്? ആ ഭഗവാന്റെ ആജ്ഞയാലാണ് ലഭിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ വിശദീകരിച്ച് കാണുവേ. അപ്പോൾ എങ്ങനെയാണ് ഈ കർമ്മം ശ്രേഷ്ഠമാകുന്നത്? സത്യത്തിൽ എന്താണ്? കർമ്മം ജഡമാണ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പം ഇത് നമുക്ക് തലയും വാലും കിട്ടൂല. കാര്യം എന്നാ? മറ്റേ കഥ അറിയത്തില്ലെങ്കിൽ. കാര്യം ആ കർമ്മഠന്മാര് അവർ കർമ്മമാണ് ഏറ്റവും വലുത്, ഏറ്റവും വലുത് കർമ്മമാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടാണ് ഈ ചോദ്യം ചോദിക്കുക. എന്താണ്? കർമ്മ കിംപരം, കർമ്മ കിംപരം എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ തന്നെയാണ് എങ്ങനെയാണ് കർമ്മം പരമോന്നതമാകുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ആണെങ്കിൽ ഈ ചോദ്യം തന്നെ എന്താണ്? കർമ്മം പരമോന്നതമല്ല എന്നതിൻ്റെ സൂചനയാണ്. ആ ടോണിൽ തന്നെ നമുക്ക് മനസ്സിലാകത്തില്ലേ എങ്ങനെ കർമ്മം ഇതാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം എന്താണ്? കർമ്മം പരമോന്നതമല്ല. എന്തുകൊണ്ട് കർമ്മം പരമോന്നതമല്ല? അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോവുക. എന്തുകൊണ്ട് ഈ പറയുന്ന കർമ്മം, ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കത്തും. ഈ കർമ്മം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മറ്റേ ബലികർമ്മത്തിനെ പറ്റിയും വേറെ പല 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 കർമ്മത്തിനെ പറ്റിയൊക്കെ ചില ആൾക്കാർക്കെങ്കിലും കയറി വരും. അതല്ല, സാധാരണ ആക്ഷൻ എന്ന് പിടിച്ചോ. ഈ ആക്ഷൻ അല്ല പരം, അതല്ല ഏറ്റവും ടോപ്പായിട്ടുള്ള സുപ്രീം ആയിട്ടുള്ളത്. ഇവരെന്താ വിചാരിക്കുന്നത്? ആക്ഷനാണ് സുപ്രീം എന്നുള്ളതാണ്. ഓക്കെ, കർമ്മം എന്തുകൊണ്ട് സുപ്രീമാണ്? ആണോ അല്ലയോ? നമ്മളെന്താ വിചാരിക്കുന്നത്? കർമ്മം സുപ്രീമാണോ അല്ലയോ? ആണ്. നമ്മൾ അങ്ങനെയാണ് വിചാരിക്കുക അല്ലേ? കാര്യം അതുകൊണ്ടാണ് നമ്മുടെ ഈ ഫിലോസഫി മുഴുവൻ അങ്ങനെ പോകുന്നത്. ഏത്? നമ്മളെ കണക്കുള്ള സാധാരണക്കാരുടെ ഫിലോസഫി. കാര്യം എന്നാ? നമ്മൾ പറയും കർമ്മം സുപ്രീമാണ്. ആണോ? കാര്യം എന്നാ? ഹാർഡ് വർക്ക്. നമ്മൾ പിള്ളേരോട് ആദ്യം നമ്മൾ കുട്ടികളുടെയൊക്കെ ചോദിക്കുകയെ, മക്കളെ ജീവിതത്തിൽ വേണ്ട ഗുണം എന്താണ്? അവരെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. പിന്നെ ഏതോ ഒരു കാലത്ത് ഒരു 10-15 വർഷം മുമ്പായിരിക്കും ഹാർഡ് വർക്ക് മാത്രമല്ല സ്മാർട്ട് വർക്കും ചെയ്യണം. ഇത് രണ്ടും കൂടെ നമ്മൾ പറഞ്ഞാൽ നമ്മളെ മാനേജ്മെന്റ് എക്സ്പേർട്ട് ആക്കി മാറ്റിക്കളയും. ഓക്കെ, അപ്പം അന്നത്തെ കാലത്ത് ആളുകൾ വിചാരിച്ചിട്ടുണ്ട് എന്താണ്? ഹാർഡ് വർക്ക്. അല്ലെങ്കിൽ ഇന്ന് ആൾക്കാർ വിചാരിക്കുന്നത് പോലെ അവർ ആ വർക്കിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തത്. എന്താണ് ഹാപ്പിനെസ്? നമുക്ക് ഹാപ്പിനെസ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ലേ? പറ്റും. എങ്ങനെ നമ്മൾ ഹാപ്പിനെസ്സിനെ ഡിഫൈൻ ചെയ്യുക? സന്തോഷത്തിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഒക്കെ തന്നെ, അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ നമുക്കൊരു ഇക്വേഷൻ ആക്കാൻ പറ്റുകയാണെങ്കിൽ, നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്? നമുക്ക് എന്താണോ കിട്ടിയത് അതേ ബൈ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത്. ഇത്രത്തോളം കാര്യം, 100 കാര്യങ്ങൾ ഞാൻ എന്താണ് ആഗ്രഹിച്ചു, അതിൻ്റെ അകത്ത് 50 കാര്യങ്ങൾ എനിക്ക് കിട്ടി. അപ്പം എൻ്റെ സന്തോഷത്തിൻ്റെ ലെവൽ എത്രയാണ്? 50% അല്ലേ? കറക്റ്റ് അല്ലേ? CA അതൊക്കെയാണ് കറക്റ്റ്. എനിക്ക് ഈ പെർസെൻറ്റേജ് ഒന്നും ഒട്ടും വരില്ല. ഓക്കെ, ഈ രീതിയിലാണ് നമ്മുടെ കളി മുഴുവൻ.
100 കാര്യങ്ങൾ നമുക്ക് വേണം എന്ന് ആഗ്രഹിക്കും. അതിൻ്റെ അകത്ത് 50 or 60 കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത് അത്രയും % ഹാപ്പിനെസ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫിലോസഫി ഉണ്ടാക്കിയെടുത്തു. എന്താണ്? കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചത് കണക്ക് അതിനെ നേടാൻ വേണ്ടിയിട്ട്. ഇവിടെ അതിന് കൊണ്ടെന്താണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ പഠിപ്പിച്ചു വെച്ചു. പക്ഷെ ഇവിടെ ഒരു വേറൊരു പ്രശ്നമുണ്ട്. ഇത് നമുക്ക് എന്താണെന്ന് കാണാതെ നമ്മുടെ ഫിലോസഫിയിൽ നാം ആഗ്രഹിച്ച് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. നാം ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കൂടുതൽ കിട്ടും, കൂടുതൽ സാധനങ്ങൾ കിട്ടും. ഇത് കൂടുതൽ കിട്ടുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും, ഹാർഡ് വർക്ക് മാത്രമാണ് സത്യം. ചില ആൾക്കാർ പറയുന്നില്ലേ, ഈ അമ്പലത്തിലൊക്കെ പോകുന്നത് എന്തിനാ, അല്ലെങ്കിൽ ഭഗവാനൊക്കെ വിളിക്കുന്നതിനാ, ഞാൻ എൻ്റെ പണിയെടുക്കുന്നില്ലേ കൃത്യമായിട്ട്, ഞാൻ എൻ്റെ പണി എടുക്കുന്നുണ്ടല്ലോ കൃത്യമായിട്ട്. അപ്പോൾ പിന്നെ ഇതിന് ഈ ക്ഷേത്രത്തിൽ പോകുന്നത്, അല്ലെങ്കിൽ കുറച്ച് നേരം സമാധാനമായിട്ട് ഇരിക്കുന്നത് എന്തിനാ? ഓക്കെ, ഞാൻ വർക്കിൻ്റെ ഒരു പ്രശ്നത്തിലേക്ക്, നമ്മൾ കർമ്മത്തിൻ്റെ പ്രശ്നത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഓരോന്നിനും നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടുമേ. അപ്പം ഇതുകൊണ്ട് പല ആൾക്കാരും മിസ്റ്റേക്ക് ചെയ്യുന്നതാണ്, ഹാർഡ് വർക്കാണ് എല്ലാം. ട്രഡീഷണലി അന്നത്തെ കാലത്ത് വിചാരിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ വർക്ക് മാത്രമല്ല, ഈ കർമ്മഠന്മാരുടെ കർമ്മമില്ലേ, അതാണ് ഏറ്റവും ശ്രേയസ്, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്നത്, ഈശ്വരനേക്കാൾ വലുത്. കാര്യം എന്നാ, ഞാൻ ഇന്ന കർമ്മം ചെയ്താൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടും. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യും, ഞാൻ ഈ കർമ്മത്തിൽ തന്നെ ഫോക്കസ് ചെയ്യും, വേറെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. ഇന്നത്തെ ആൾക്കാരൊക്കെ ചോദിച്ചാൽ, ഒരു മാനേജ്മെൻറ്റ് ക്ലാസ്സിൽ ചോദിച്ചാൽ തന്നെ, ഇപ്പം സ്കൂളിലല്ല ഓഫീസിലല്ല നമ്മൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുമല്ലോ. ഈ സ്ട്രെസ് മാനേജ്മെൻറ്റ് റൂട്ട് കോസ് എന്താണ്? ഇതാണ്, ഹാർഡ് വർക്കാണ്. എല്ലാത്തിനും എനിക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ കാര്യം ഇതാണ് എന്ന് വിചാരിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അവർ എസെൻഷ്യലി പിടിക്കേണ്ടതായിട്ടുള്ള കാര്യത്തിനെയൊക്കെ മാറ്റി വെച്ചിട്ട് ഹാർഡ് വർക്കിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഈ സ്ട്രെസ് ഉണ്ടാകുന്നത്. നമ്മൾ കാണുമത്. ഓക്കെ, അപ്പം പണ്ടത്തെ കാലത്ത് അവർ കർമ്മഠന്മാരായിട്ട് പിടിച്ചെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിതത്തിൽ എന്താണ്, ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, അവരവരുടെ കുടുംബത്തിനെ വിട്ടിട്ട് പ്രൊഫഷനെ പിടിക്കും. ആണോ അല്ലയോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ശേഷം 6:30 ശേഷം എന്നോട് വഴക്കിടാം. പക്ഷെ ആലോചിച്ച് നോക്കൂ, അതായത് ഓഫീസിൽ നിന്ന് മാറിയിട്ട് മക്കളെ നോക്കാൻ സമയമില്ല. ഓക്കെ, എന്നിട്ടോ ഞാൻ വർക്കഹോളിക്കാണ്. ഇപ്പോൾ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, എന്താണ്, ഈ റെസ്യൂമേൽ അവർ വെക്കും, നിങ്ങളുടെ ഒരു നെഗറ്റീവ് പറയൂ. ഓക്കെ, ഞാൻ ഭയങ്കര വർക്കഹോളിക്കാണ്. ഓക്കെ, പിന്നെ ഒരു പണിയെടുക്കത്തില്ല, മടിയരായിരിക്കും. അതിലൊരു വേറൊരു, ഞാൻ പെർഫെക്ഷനിസ്റ്റാണ്. ഇതൊക്കെ ലിമിറ്റേഷനാണ് ഒരു സൈഡിൽ വരുമ്പോൾ. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്താണ്, ഈ കർമ്മത്തിൻ്റെ ഒരു പ്രോബ്ലംസ് ഉണ്ട്, കുറച്ച് പ്രശ്നങ്ങൾ. എന്താണ് കർമ്മത്തിൻ്റെ ലിമിറ്റേഷൻസ്? ഇത് കണ്ടതിന് ശേഷം നമുക്ക് ആ കർമ്മത്തിനെ എങ്ങനെ നമ്മുടെ മോക്ഷത്തിൻ്റെ കാരണമാക്കാം, മോക്ഷത്തിൻ്റെ ഉപാധിയാക്കാമെന്ന് കാര്യം എന്നാ വെച്ചാൽ, ഇല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഈ സാധനം കൺവിൻസ്ഡ് ആവില്ല. ഞാനിപ്പോൾ ഇവിടെ നിന്ന് എത്ര ക്ലാസ് എടുത്താലും നമ്മൾ ഓരോരുത്തരും ഈ കർമ്മത്തിൻ്റെ പ്രോബ്ലം ജീവിതത്തിൽ അനുഭവിച്ചാലും നമ്മളിത് സമ്മതിച്ചു തരില്ല. കാര്യം എന്നാ, ഈ കർമ്മം ആണ് മികച്ചത്, ഹാർഡ് വർക്ക് എന്ന് നമ്മൾ നമ്മുടെ ഇവിടെ ഫീഡ് ചെയ്തേക്കുന്നത് കാരണം ഇതിൻ്റെ ഒരു ചെറിയ ഒരു ഫോൾട്ട് ഉണ്ട്. ആ ഫോൾട്ട് നമുക്ക് മനസ്സിലാവില്ല. എത്ര നമ്മൾ ചെയ്താലും എത്ര പഠിച്ചാലും ചിലപ്പോൾ മനസ്സിലാവില്ല. എങ്കിലും നമുക്കൊന്ന് അതിൽ കൂടെ ഒന്ന് കടന്നു പോകാമെന്ന് വിചാരിക്കും. ഒന്ന്, കർമ്മം പരിമിതമാണ്. ഓക്കെ, ഞാൻ ആദ്യം കുറച്ച് ടെക്നിക്കൽ അതല്ലെങ്കിൽ ട്രഡീഷണൽ രീതിയിൽ പറയാമേ. ഒന്നാമത്തെ പ്രശ്നം, കർമ്മം പരിമിതമാണ്, ലിമിറ്റഡ് ആണ്. എന്തുകൊണ്ടാണ്? കാര്യം ഇത് ചെയ്യുന്ന ആൾക്കനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ റിസൾട്ട്. അല്ലേ, ഞാൻ പ്രഭാഷണം എടുക്കുന്നതും തേജോമാനത്തെ സ്വാമിജി പ്രഭാഷണം എടുക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. എൻ്റെ ലിമിറ്റേഷൻ എൻ്റെ പ്രഭാഷണത്തിൽ വരും. ആണോ അല്ലയോ? അതുകൊണ്ട് തന്നെ എന്താണ്, ഞാൻ ചെയ്യുന്ന ഈ കർമ്മത്തിനൊരു ലിമിറ്റേഷൻ ഉണ്ട്, കർമ്മം ലിമിറ്റഡാണ്. അല്ലെങ്കിൽ കർമ്മം ടൈമും സ്പേസും കൊണ്ടും ലിമിറ്റഡാണ്. ടൈം കൊണ്ടും സ്പേസ് കൊണ്ടും കർമ്മം ലിമിറ്റഡാണ്. ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്താണെന്നറിയാമോ? ലിമിറ്റഡ് ആയിട്ടുള്ളത് എത്ര എണ്ണം കൂട്ടിച്ചേർത്ത് വെച്ചാലും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ളത് കിട്ടത്തില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നം. ഒന്നുകൂടെ പറയൂ. നമ്മളൊക്കെ എന്തിനാണ് ജീവിക്കുന്നത്? ഇന്നലെ മിനിങ്ങാന്നും കണ്ടായിരുന്നു. എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? ഇന്ന് നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോഴും നമ്മൾ കണ്ടായിരുന്നു. എന്തിനാണ് ജീവിക്കുന്നത്? സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി ഇരിക്കാനാണ്. എങ്ങനത്തെ ആനന്ദ? തീർന്നു പോകുന്ന ആനന്ദമാണോ? അല്ല, പൂർണ്ണമായിട്ടുള്ള തീരാത്ത ആനന്ദത്തിൽ നമ്മൾ ഇരിക്കണമെന്നുണ്ട് എങ്കിൽ ഒരിക്കലും ലിമിറ്റഡ് ആയിട്ടുള്ള കർമ്മം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല.
പലപ്പോഴും നമുക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷത്തോടിരിക്കും. സന്തോഷം ചിലപ്പോൾ വരുന്നുണ്ടായിരിക്കും, പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ആ സന്തോഷം ബും ഇല്ലാതാവും. എൻ്റെ ലക്ഷ്യം അൾട്ടിമേറ്റ് സുഖമാണ് എങ്കിൽ ചിലപ്പോൾ ഈ കർമ്മം എനിക്ക് അതിനെ സഹായിക്കില്ല. പക്ഷേ ഈ അൾട്ടിമേറ്റ് സുഖത്തിലേക്ക് പോകാനുള്ള വഴിയും പറഞ്ഞു തരുവേ, അല്ലാതെ കർമ്മം കൊണ്ടൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് നിർത്തുകയല്ല ഭഗവാൻ ചെയ്യാം. കറക്റ്റായിട്ടുള്ള അതിനുള്ള പ്രതിവിധി പറഞ്ഞു തരികയും ചെയ്യും. പക്ഷെ ആദ്യം നമുക്ക് മനസ്സിലാകണമല്ലോ കർമ്മത്തിൻ്റെ ലിമിറ്റേഷൻ. വീണ്ടും ഒന്നുകൂടെ ആലോചിക്കുക, എൻ്റെ ലക്ഷ്യം എന്താണ്? അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആനന്ദമാണ്. അൾട്ടിമേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ളത് കിട്ടണം എന്നുണ്ടെങ്കിൽ നശിച്ചു പോകുന്ന കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ളത് കിട്ടില്ല. എനിക്ക് മോക്ഷം നേടണം എന്നുണ്ടെങ്കിൽ കർമ്മം കൊണ്ട് ചിലപ്പോൾ പറ്റത്തില്ല. ന കർമ്മണ ന പ്രജയാ ധനേന ഉപനിഷത്ത് മന്ത്രമാണ്. കർമ്മം കൊണ്ട് ചിലപ്പോൾ അമൃതത്വത്തിനെ ലഭിക്കില്ല. കാര്യം എന്നാ? കർമ്മം ലിമിറ്റഡ് ആണ്. ഓക്കെ, ചിലപ്പോൾ സൂപ്പർഫിഷ്യലി നമുക്ക് ഈ കർമ്മം നമ്മളെ ആനന്ദത്തിലേക്ക് നയിക്കും എന്ന് നമുക്ക് പറയാം. പക്ഷേ നമ്മൾ ഡീപ്പർ അനാലിസിസിൽ പോകുന്ന സമയത്ത് കർമ്മം നമ്മളെ പ്രശ്നത്തിൽ പെടുത്തുകയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതായത് എങ്ങനെയാണ്? രണ്ടാമതൊരു പ്രശ്നം, ഒരു ഉറപ്പുമില്ല കർമ്മത്തിൻ്റെ റിസൾട്ടിൽ. എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഉണ്ടോ? പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ ഒരു പരിപാടി ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നു. എനിക്ക് ഒരു ഉറപ്പുമില്ല നാളെ നിങ്ങളെല്ലാവരും വരുമെന്ന്. എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല. എന്തെങ്കിലും ഉറപ്പുണ്ടോ ഞാൻ നാളെ ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുമെന്ന്? പക്ഷെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പണിയെടുത്തു. പല ഓർഗനൈസേഴ്സും മനസ്സ് മടിച്ചു പോകുന്നത് ഈ ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയാത്തതുകൊണ്ടോ. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവർ പരിപാടികൾ ഓർഗനൈസ് ചെയ്യും. പക്ഷെ അവർ വിചാരിച്ച കണക്ക് ആൾക്കാർ വരത്തില്ല. ഞാൻ എവിടെ മിസ് ഔട്ടായേ എന്ന് വിചാരിച്ചുകൊണ്ടേയിരിക്കും. ഹലോ, ഇത് കർമ്മത്തിൻ്റെ പ്രശ്നമാണ്. കാര്യം എന്താണ്? കർമ്മത്തിന് ഒരിക്കലും ഒരു ഉറപ്പില്ല, അൺപ്രഡിക്റ്റബിൾ ആണ്, അൺസർട്ടൈൻ ആണ്. അതുകൊണ്ട് തന്നെ കർമ്മത്തിൻ്റെ ഫലം എന്താണ്? പലപ്പോഴും സ്ട്രെസ് ആകാം, ഫിയർ ആകാം, വെറീസ് ആകാം. ഇതൊക്കെ ആയിരിക്കും എൻ്റെ ഫലം. ജോലി, ഈശ്വര ഭഗവാനെ, പ്രശ്നമാണ്. ആണോ അല്ലയോ? എന്തോ ഉറപ്പ്? അങ്ങനൊന്നുമല്ല സ്വാമി, ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഉറപ്പായിരുന്നു. അതെ, ഉറപ്പായിരുന്നു. ഒരു കൊറോണ വന്ന് നമുക്ക് കാണിച്ചു തന്നില്ലേ കൃത്യമായിട്ട്? നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ച? ഇല്ല. ജോലി പോട്ടെ, ഇനി മാർക്ക് ഞാൻ എല്ലാം എഴുതി, പക്ഷെ എന്താ പറ്റി? മാർക്ക് കിട്ടിയില്ല. അതല്ലെങ്കിലോ ഈ പറഞ്ഞ കണക്ക് ഫാമിലി, റിലേഷൻഷിപ്പ്, ഞാൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഈ സാധനം സെറ്റാകുന്നില്ല എന്ന്. കർമ്മം ചെയ്യുന്നുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ആദ്യം കുറച്ചൊരു 5-8 നെഗറ്റീവ്സ് ഞാൻ പറയുവേ, അയ്യോ അതുകൊണ്ട് ഇങ്ങനെ അയ്യോ എന്ന് പറഞ്ഞ് നിൽക്കണ്ട. പക്ഷെ ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെ നമുക്ക് വെളിയിൽ വരാമെന്നുള്ളതും പറയും. ഓക്കെ, ഒന്ന്, കർമ്മം ലിമിറ്റഡ് ആണ്. 2, കർമ്മത്തിൻ്റെ റിസൾട്ടിൽ എന്താണ്? ഒരു ഉറപ്പുമില്ല, അൺസർട്ടൺ ആണ്. ഒരു ഉറപ്പുമില്ല, അൺസർട്ടൺ ആണ്. 3, കർമ്മം നമുക്ക് റിസൾട്ട് തരും, പക്ഷേ സെയിം ടൈം അത് നമ്മുടെ ഉള്ളിൽ രാഗദ്വേഷത്തിനെ ഉണ്ടാക്കും. രാഗദ്വേഷം എന്ന് പറഞ്ഞാൽ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ഈ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനം കാണത്തില്ല. അതെന്താ? ഞാൻ ക്ലാസ് എടുക്കുന്ന എൻ്റെ കർമ്മം നിങ്ങളെല്ലാവരും ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുന്നു, റിസൾട്ട്. നേരെ മറിച്ച് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ശ്രദ്ധയോടുകൂടി കേട്ടെടുത്തപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ എനിക്കൊരു സന്തോഷവും സ്നേഹവും ഒരു ലൈക്കൊക്കെ ഉണ്ടായി. ആ സമയത്താണ് നിങ്ങൾ അവിടെ ഇരുന്ന് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക, 2 പേരും ഉറങ്ങുകയാണെങ്കിലോ എനിക്ക് ഡിസ്ലൈക്ക് തന്നെ ഉണ്ടാവും. ഇത് നമ്മുടെ ട്രാൻസാക്ഷനിൽ ബാധിക്കും. ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അത്ര നല്ല ഉദാഹരണമൊന്നുമല്ല. പക്ഷേ ആലോചിച്ച് നോക്കൂ, കർമ്മത്തിൻ്റെ റിസൾട്ട് നമുക്ക് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സിനെ ഉണ്ടാക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, എനിക്ക് ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ നേടാൻ വേണ്ടിയിട്ട് ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കും. ഞാൻ ആ കർമ്മത്തിൻ്റെ ട്രാപ്പിൽ വീണു പോകും. ഇനിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഇപ്പോഴത്തേനെ മാറ്റിയിട്ട് പുതിയത് പിടിക്കാൻ നോക്കും. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുക? എന്തൊക്കെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ആ കർമ്മത്തിൻ്റെ ട്രാപ്പിൽ വീഴും. നല്ലൊരു ഷോർട്ട് ഫിലിമുണ്ട്, ആകെ കൂടെ 4 മിനിറ്റേ ഉള്ളൂ. ഹോംവർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും. എന്താണ്? യൂട്യൂബിലുണ്ട്. ഹാപ്പിനെസ് എന്നാണ് ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര്. ചില ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഹാപ്പിനെസ് എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അതൊരു ഇതാണ് എന്നാ അനിമേറ്റഡ് ഷോർട്ട് ഫിലിമാണ്. ഒരു എലിയുടെ കഥയാണ്. ഒരു എലി സന്തോഷം തേടി പോകുന്ന കണക്കാണ്. നിങ്ങൾ കണ്ടു നോക്കണം. 4 മിനിറ്റേ ഉള്ളൂ. നമ്മുടെ ജീവിതമാണത് കൃത്യമായിട്ട് കാണിക്കുക.
നമ്മൾ ഈ കർമ്മത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അത് രാഗദ്വേഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ രാഗദ്വേഷത്തിനെ അടിസ്ഥാനപ്പെടുത്തി കർമ്മം ചെയ്യുമ്പോൾ അതെൻ്റെ നേച്ചറാകും, എൻ്റെ സംസ്കാരമായി മാറും, എൻ്റെ വാസനയായിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ അതിന് അടിമപ്പെട്ടു പോകും. സത്യം പറഞ്ഞാൽ എല്ലാ സിറ്റുവേഷൻ്റെ മാസ്റ്ററായിട്ടുള്ള ഞാൻ ഈ കർമ്മത്തിൻ്റെ എന്തായി മാറും? അടിമയായി പോകും. കൊറോണ വന്ന സമയത്ത് ആദ്യം നമ്മളാണ് ചിന്മയ മിഷനിൽ കേരളത്തിലെങ്കിലും അറ്റ്ലീസ്റ്റ് സൂമിൽ ക്ലാസ് എടുത്ത് തുടങ്ങിയ ഞാനാണ്. അതെനിക്ക് സന്തോഷത്തോടുകൂടി പറയാം. സൂമിൽ അപ്പോൾ ആദ്യം നമ്മുടെ ആൾക്കാരൊക്കെ പറഞ്ഞ് വേണ്ട, സൂമിൽ ക്ലാസ് വേണ്ട, അതിൻ്റെ ക്ലാസ്സിൻ്റെ മറ്റേ അത് പോകും ഇത് പോകും എന്നെല്ലാം പറഞ്ഞു. പക്ഷേ അന്ന് വേറെ പരിപാടിയൊന്നുമില്ല. ആ പിള്ളേർ ഇരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ബാലവർ ക്ലാസ്, ആ ക്ലാസ് ഈ ക്ലാസ് എന്നെല്ലാം പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സാധനം വേറെ ലൈനിലാണ് പോകുന്നത്. കാര്യം എന്നാ, ആൾക്കാർ ഇതിൻ്റെ അകത്തങ്ങ് ഒട്ടി. ഇപ്പം ഇങ്ങനൊരു ക്ലാസ്സിന് വിളിച്ച ആൾ വരില്ല. സ്വാമിമാർക്കും ബ്രഹ്മചാരിമാർക്കും പോകാൻ താല്പര്യമില്ല. കാര്യം എന്നാ, ഇത് നമുക്ക് റൂമിലിരിക്കാം, റൂമിലിരുന്നിട്ട് ഞാനൊക്കെ 2 വർഷക്കാലം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചില ഡ്രസ്സ് കണ്ടാൽ നിങ്ങൾക്കറിയാം, ഷർട്ടിന് വേറൊരു കളറും മുണ്ടിന് വേറൊരു കളറുമാണ്. കാര്യം എന്താ വെച്ചാൽ ഷർട്ട് ഉപയോഗിച്ചിട്ടേ ഇല്ല 2 വർഷം. ഓക്കെ, ക്ലാസ് വരുന്ന സമയത്ത് ഒരു മുണ്ടെടുത്ത് ഇങ്ങനെ പുതയ്ക്കും. അത് കാരണം ഷർട്ട് അവിടെ അതേ കണക്കിട്ടിരുന്നു, മുണ്ട് മാത്രം ഉപയോഗിച്ച കാരണം അത് നരച്ചുപോയി. അപ്പോൾ 2 കളറാണ്. അപ്പോൾ വളരെ സന്തോഷം. എന്താ, സൂം ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും 1 മണിക്കൂർ ക്ലാസ് എടുക്കും. എനിക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ നോട്ട് നോക്കാം, ട്രാവൽ ചെയ്യേണ്ടതിൻ്റെ ബുദ്ധിമുട്ടില്ല, കുക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് കാണാം. മനസ്സിലായാലേ, നമ്മൾ ആ കംഫോർട്ടിൽ അങ്ങ് പോയി, ഈ ട്രാപ്പിൽ നമ്മൾ വീണു. മനസ്സിലായാലേ, രാഗാണേ സൂം ക്ലാസ്സിനോട്, ആ പ്രൊസീജിയറിനോട്, ഇതിനോട് ദ്വേഷമായി. എന്ത്, വീട്ടിൽ നിന്ന് കഷ്ടം. എൻ്റെ 3/4 മണിക്കൂറത്തെ ക്ലാസ് കേൾക്കാൻ ഈ ഒരു അമ്മ വടക്കാഞ്ചേരി നിന്ന് വരിക. ആലോചിച്ച് നോക്ക്, എന്തിനാണിത്? സൂമിൽ കണ്ടാൽ പോരെയെന്ന് ഈ രീതിയിൽ ചിന്ത വരും. ഇത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഈ കർമ്മത്തിൽ പിടിച്ചിടും. കാര്യം കർമ്മം നമുക്ക് രാഗദ്വേഷത്തിനെ ഉണ്ടാക്കും, ഇത് വാസനയാക്കും. ഈ വാസന നമ്മൾ ഈ ട്രാപ്പിലിടും, കർമ്മത്തിൻ്റെ പ്രവാഹം. ഓക്കെ, ഇനിയോ സത്യത്തിൽ എപ്പോഴാണ് നമ്മൾ കർമ്മം സുപ്രീമാണ്? ഇത് ഇത്തിരി സട്ടിൽ പോയിന്റാണേ. എപ്പോഴാണ് നമ്മൾ കർമ്മം സുപ്രീമാണ് എന്ന് തോന്നുക എന്നറിയാവോ? നമ്മൾ ഈ ലോകത്തിൽ നിന്നാണ് സന്തോഷം കിട്ടുന്നത് എന്ന് വിചാരിക്കുമ്പോഴാണ്. എന്താ ഒന്നുകൂടെ പറയൂ. അതായത് ഞാൻ എന്തിനാണ് കർമ്മം ചെയ്യുന്നത് എനിക്ക് വേണ്ടിയില്ല, സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ കർമ്മം ചെയ്യുമ്പോൾ ആ സന്തോഷമാകുന്ന റിസൾട്ട് എനിക്ക് എവിടുന്നാണ് കിട്ടുന്നത്? ലോകത്തിൽ നിന്നാണ്. പറയാൻ മനസ്സിലായോ? ഇല്ല, ഒന്നുകൂടെ പറയാം. അതായത് ഞാൻ കർമ്മം ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത്? ആനന്ദത്തിന് വേണ്ടിയിട്ട്, സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഈ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കർമ്മം ചെയ്യുന്നത് സത്യത്തിൽ ഈ സന്തോഷം എവിടുന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്? ലോകത്തിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ ബേസിക് ഫിലോസഫിക്ക് ടോട്ടലി എതിരാ. കാര്യം എന്നാ? കാര്യം ഈ ലോകമല്ല നമുക്ക് ആനന്ദത്തിനെ നൽകുന്നതെന്നാണ്. സ്വാമിക്ക് ഇങ്ങനെയൊക്കെ പറയാം, ഞങ്ങൾക്ക് അങ്ങനല്ല. വീണ്ടും പൂജ്യ ഗുരുദേവൻ്റെ എക്സാമ്പിളിനെ വെല്ലുന്ന എക്സാമ്പിൾ വേറെ ഇല്ല. ഞാൻ ഇന്ന് ഉച്ചയ്ക്കും കൂടെ പറഞ്ഞ ലഡുവിൻ്റെ എക്സാമ്പിൾ. ഈ ലഡുവിൻ്റെ എക്സാമ്പിൾ കഴിഞ്ഞിട്ട് ഞാൻ പ്രവീൺജിയുടെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് അവിടുന്ന് ലഡു വന്നു. 2 ലഡു ഞാൻ അവിടുന്ന് കഴിച്ചാൽ വരുന്നത്. പക്ഷേ ഗുരുദേവൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്. കിൻഡൽ ലൈഫിൽ ഗുരുദേവൻ പറയും, ഒരു ലഡു കഴിച്ചു. ഇഷ്ടമാണോ എല്ലാവർക്കും ലഡു? അതെ. ഒരു ലഡു കഴിച്ചു, സന്തോഷമായി. 2ാമത്തെ ലഡു കഴിക്കുന്ന സമയത്ത് ആദ്യം കഴിച്ച ലഡുവിൻ്റെ അത്രയും സന്തോഷമുണ്ടോ? 10 ലഡു ഒരേ സമയത്ത് കഴിക്കുകയാണെങ്കിലോ? 10 ലഡു ഒന്നും വേണ്ട, ഒരു 5ാമത്തെ 6ാമത്തെ ലഡു ആകുമ്പോൾ തന്നെ ലഡു കാണുമ്പോഴേ ഛർദ്ദിക്കാൻ വരും. ലഡു ആണ് എനിക്ക് ആനന്ദം നൽകുന്നത് എങ്കിൽ ഈ ലഡു എനിക്ക് 10 ലഡു വരുമ്പോൾ എൻ്റെ ആനന്ദം 10 ഇരട്ടിയാവണ്ടേ? ഓക്കെ, ലഡു മായച്ചോളാം. സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരോട് ചോദിക്കണം, എന്തിനാ ചേട്ടാ സിഗരറ്റ് വലിക്കുന്നത്? ചേച്ചിമാരും വലിക്കും. ഓക്കെ, എന്താ ചേച്ചി? ഇല്ലെങ്കിൽ അത് പറഞ്ഞില്ലെങ്കിൽ മറ്റേ പ്രശ്നം ഉണ്ടാവും. എന്താ ചേട്ടാ ചേച്ചി സിഗരറ്റ് വലിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു കിക്ക് കിട്ടും. സിഗരറ്റ് അതിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഓ ശരി. ഈ സിഗരറ്റാണ് ആ ചേട്ടന് സത്യത്തിൽ സന്തോഷം കൊടുക്കുന്നത് എങ്കിൽ ഈ സിഗരറ്റ് ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരേപോലെ സന്തോഷത്തിന് കൊടുക്കും. ഇതിവിടെ ഒരാൾ വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചില ആൾക്കാർ അപ്പം ചുമച്ചോണ്ട് ഓടും. നമുക്ക് സഹിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പോട്ടെ, വേറെ സാധനം. നമ്മളൊരു സിനിമ കാണുകയാണെന്ന് നോക്കുക, തമാശ സിനിമ. പണ്ടത്തെ ഏതെങ്കിലും തമാശ സിനിമ പറഞ്ഞേ,
നാടോടിക്കാട്ട് കിലുക്കുക. എനിക്കറിയാം നിങ്ങളുടെ ഒരു പ്രായത്തിനനുസരിച്ച് അതാ തമാശ സിനിമ. പുതിയ പടമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, രോമാഞ്ചോ മറ്റേ അതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ആവേശമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു ഏജ് ഇത് വെച്ചിട്ട് ഇപ്പോഴും കിലുക്കോ നാടോടിക്കാറ്റോ. പക്ഷെ നമ്മളൊരു 10 പ്രാവശ്യം 50 പ്രാവശ്യം ഏഷ്യാനെറ്റിൽ കിലുക്കോ നാടോടിക്കാറ്റോ അതിൻ്റെ അകത്തെ തമാശയൊക്കെ കണ്ടു ചിരിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഒരാൾ സീരിയസ് ആയിട്ട് ഐസിയു കിടക്കുന്ന സമയത്ത് ബാ ചേട്ടാ നമുക്ക് ചില്ലാകാം നാടോടിക്കാറ്റ് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? അതെനിക്ക് ഇറിറ്റേഷൻ ആക്കുമോ? ആക്കും. ആ സിനിമയാണോ എനിക്ക് സന്തോഷം തരുന്നത്? അല്ല. നമ്മുടെ ആചാര്യന്മാർ ഒരു പാരിശേഷിക ന്യായം എന്ന് പറയുന്നൊരു ന്യായത്തിനെ അവതരിപ്പിക്കും. ഒരു ലോജിക്കാണ് പാരിശേഷിക ന്യായം. അത് എന്താ നമ്മൾ പറയത്തില്ല ഡിഫറൻഷിയേഷൻ. ബേസിക്കലി 2 കാര്യങ്ങളുണ്ട്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ വെളിച്ചം വരുന്നുണ്ട്. ഇവിടെ 2 കാര്യങ്ങളേ ഉള്ളൂ. ഇവിടെ ഈ ഒരു ഫോണും ഇരിപ്പുണ്ട്, ഇവിടെ ഈ ഒരു ബുക്കും ഇരിപ്പുണ്ട്. അപ്പം ഈ ഫോണിൻ്റെ അകത്തു നിന്നാണ് വെളിച്ചം വരുന്നത്. പക്ഷെ നമുക്കറിയത്തില്ല എവിടുന്നാണ് വെളിച്ചം വരുന്നത്. അപ്പം ഞാൻ പ്രൂവ് ചെയ്തു എന്ത്, ഈ ബുക്കിൻ്റെ അകത്തു നിന്നല്ല വെളിച്ചം വരുന്നതെന്ന് പ്രൂവ് ചെയ്താൽ പിന്നെ എനിക്ക് ഉറപ്പാണ് എവിടുന്നാണ് വെളിച്ചം വരുന്നതെന്ന്, ഫോണിൻ്റെ അകത്തു നിന്ന്. ഇതിനെയാണ് പാരിശേഷിക ന്യായം എന്ന് പറയുക. ഇവിടെ 2 കാര്യങ്ങളേ ഉള്ളൂ. എന്താ 2 കാര്യങ്ങൾ? ഒന്ന് ഞാനുണ്ട്, പിന്നെ ഈ ലോകമുണ്ട്. ഓക്കെ, ഞാനുണ്ട്, പിന്നെ ഈ ലോകമുണ്ട്. ഈ ലോകത്തിൽ നിന്നല്ല സന്തോഷം വരുന്നത് എന്ന് ഞാൻ പ്രൂവ് ചെയ്താൽ പിന്നെ എവിടുന്ന് ഈ ആനന്ദം വരിക? എന്നിൽ നിന്നാണ്. ഇതാണ് അതിൻ്റെ ലോജിക്ക്. മനസ്സിലായില്ലേ? ഇവിടെ ആക്ഷൻ സുപ്രീമാണ് എന്ന് കരുതുന്നവർ ഈ ലോജിക്കേ വിട്ടുകളയും. കാര്യം എന്നാ, അവർ ലോകത്തിൽ പണിയെടുത്ത് ലോകത്തിൽ നിന്ന് സന്തോഷം നേടാമെന്ന് പറഞ്ഞ് നടക്കുക. മറ്റേ ആടിൻ്റെ ഫ്രണ്ടിൽ, ആടല്ലല്ലോ കാളവണ്ടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇല തൂക്കിയിടുന്ന ഒരു കഥ കേട്ടിട്ടില്ലേ? അതിനെ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതേപോലെ പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ക്വസ്റ്റൻ വന്നാൽ പിന്നെ ലോകത്തിലെ ആനന്ദമാണ് നമ്മൾ കരുതും, ലോകത്തിനെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരു കഥ കഥയല്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ടില്ലേ? പണ്ട് എന്താ, ഞാൻ ബുദ്ധിമാനായിരുന്നു, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ലോകത്തിനെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. പിന്നെ ഇത്ര വയസ്സായപ്പം ഞാൻ വിവേകിയായി, ഞാൻ തന്നെ മാറാൻ തീരുമാനിച്ചു എന്ന്. അങ്ങനൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് കൊണ്ടുവന്ന. ഓക്കെ, കേട്ടിട്ടുണ്ടായിരിക്കുന്നത്. കുറച്ച് പ്രായമാകുമ്പോഴും ഇത് വരത്തുള്ളതാണ്. കാര്യം എന്നാ, നമ്മൾ എത്ര നാൾ ഈ ലോകത്തിനെ മാറ്റാൻ ശ്രമിച്ചു. ഗുരുദേവൻ തന്നെ പറയും, 2 സാന്ദീപിനി വേദാന്ത കോഴ്സ് വെച്ചിട്ട് ഗുരുദേവൻ ഏതോ ബ്രഹ്മചാരിമാരൊക്കെ പറഞ്ഞു സ്വാമിജി ക്ലാസ് എടുക്കുമ്പോൾ, അതായത് അവരുടെ കോൺവൊക്കേഷൻ നടക്കുക. ഗുരുദേവൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചിട്ട് എനിക്ക് നിങ്ങളെ മാറ്റാൻ പറ്റിയില്ല. അപ്പോൾ ഇനി നിങ്ങൾ പുറത്തു പോയിട്ട് ആരെയും മാറ്റാൻ പോകണ്ട, പിന്നെയോ നിങ്ങൾ പുറത്ത് പോയിട്ട് കർമ്മം ചെയ്ത് കർമ്മയോഗമായിട്ട് ചെയ്ത് നിങ്ങൾ മാറാൻ ശ്രമിക്കൂ. മനസ്സിലായത്? ബ്രഹ്മചാരിമാർ സ്വാമിമാർ ചിന്മയ മിഷനിൽ വരുന്നത് നാട്ടുകാരെ നന്നാക്കാനല്ല എന്ന് ഗുരുദേവൻ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, ശരി, ഈശ്വര ലോകത്തിൻ്റെ അടിമയാകും. കാര്യം എന്നാ, കാര്യം കർമ്മമാണ് ഇതിനൊക്കെ കാരണം. കാര്യം ഞാൻ ലോകത്തിൽ നിന്ന് ആനന്ദത്തിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുന്നു, നമ്മൾ ലോകത്തിൻ്റെ അടിമയായിട്ട് മാറും. ഓക്കെ, ഇത് എത്രാമത്തെ പോയിന്റ് ആയിരുന്നു? 4ാമത്തെ പോയിന്റ്. ഇനി 5ാമത്തത്, എല്ലാ കർമ്മങ്ങളും, ഇത് ഇത്തിരി സട്ടിലാണ്, എല്ലാ കർമ്മങ്ങളും നമ്മുടെ ഉള്ളിൽ ഒരു ഐഡൻറ്റിഫിക്കേഷനെ ഉണ്ടാക്കും, താതാത്മ്യം ഉണ്ടാക്കും. എന്താണ്? ഒരു കർത്തൃത്വ ഭാവം ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ, ആരാ ഈ കർമ്മം ചെയ്യുന്നത്? ഞാനാണ് ഇവിടെ ഈ കർമ്മം ചെയ്യുന്നത്. ഞാൻ സുധീർ ചെയ്തിട്ടാണ് ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ഞാൻ എന്നുള്ള ഭാവം എൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പോലും അറിയാതെ വളരെ സട്ടിലായിട്ടാണ് ഈ സാധനം കയറി വരുന്നത്. ആരാ ചിന്മയ ശങ്കരം പരിപാടി ഓർഗനൈസ് ചെയ്തത്? ഞാൻ. മനസ്സിലായില്ലേ? ആരാ മറ്റേ ഗീതാജ്ഞാന യജ്ഞം ഓർഗനൈസ് ചെയ്തത്? ഞാനിത് ചെയ്തിട്ട് എങ്ങനെ ഇങ്ങനൊരു തെറ്റുപറ്റി? ഈ സാധനങ്ങളൊക്കെ വരും. കാര്യം എന്നാ, ചില ഡിസൈഡ് റിസൾട്ട് വന്നു, അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ചെയ്തതൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഈ രീതിയിൽ പ്രത്യേകിച്ച് ആക്ടിവിറ്റി നമ്മളെ, അല്ലെങ്കിൽ ആക്ഷൻ, കർമ്മം നമ്മളെ ബൈൻഡ് ചെയ്യും. കാര്യം നമ്മുടെ ഉള്ളിൽ ആ താതാത്മ്യം ഉണ്ടാക്കും. ഞാൻ ഈ കർമ്മത്തിനോട് താതാത്മ്യപ്പെടും, ഞാൻ ഈ ശരീരമാണ്, സുധീർ ചൈതന്യയുടെ ബുദ്ധിയാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ. മനസ്സിലായില്ലേ? ഈ ഒരു രീതിയിൽ നമ്മൾ പോലും അറിയാതെ ഇതിൻ്റെ അകത്ത് വീണു. അതിൻ്റെ അർത്ഥം, എൻ്റെ പേരിനോ ഇപ്പം ചില ആൾക്കാരുണ്ട്, അവർ ഞാനെന്നൊന്നും പറയൂല. അങ്ങനത്തെ ആൾക്കാരുണ്ട്. സ്വാമി പറയുന്നത് എന്തെന്നാൽ അത് കോമഡി ആയിരിക്കും ചില സമയത്ത് കേൾക്കാൻ. അങ്ങനെയല്ല, ഞാനെന്നെല്ലാം പറയേണ്ട സമയത്ത് ചിലപ്പോൾ നമ്മൾ ഞാനെന്നൊക്കെ പറയേണ്ടി വരും, അല്ലാതെ എങ്ങനെ മനസ്സിലാവാനാ? മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ പറയണം, പക്ഷെ നമുക്കതിനൊരു താതാത്മ്യത്തിനെ പാടില്ല. ഓക്കെ, ഇതും കർമ്മം ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. ഇനിയോ വേറൊരു പ്രശ്നം,
കർമ്മം കർമ്മഫലം ഉണ്ടാക്കും. ഞാൻ ഏത് പണി എടുത്താലും അതിനൊരു ഫലമുണ്ട്. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നതിന് ഒരു ഫലമുണ്ട്. ഇന്നലെ മിനിങ്ങാന്നോ പ്രവീൺജി ചോദിച്ച കണക്ക് അതിൻ്റെ റിസൾട്ട് ഇപ്പം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പിന്നെ, പക്ഷെ ഇതിനൊരു ഫലമുണ്ട്. ഓക്കെ, ഈ കർമ്മഫലം ഉണ്ടാകുന്ന സമയത്ത് ഈ ജന്മത്തിൽ അനുഭവിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചു, നിങ്ങളൊക്കെ എന്നെ ഇരുന്ന് നാശം എന്ന് പറയുകയാണെങ്കിൽ ആ പ്രാക്ക് ഞാൻ കേൾക്കട്ടെ. എനിക്ക് ഈ ജന്മത്തിൽ അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് പിന്നെ ജന്മം എടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഈ കേൾക്കുന്നതിൻ്റെത് ഈ ജന്മത്തിൽ തന്നെ തീർക്കാൻ പറ്റിയില്ല എങ്കിൽ വേറൊരു ജന്മം എടുക്കേണ്ടി വരും. നമുക്ക് ഒരു ഉറപ്പുമില്ല നമ്മൾ ഇനി ഏത് ജന്മം എടുക്കാൻ പോകുന്നത്. മനുഷ്യനായിട്ടാണോ, മൃഗമായിട്ടാണോ, നരിയായിട്ടാണോ, നരനായിട്ടാണോ, എന്താ നമുക്കറിയത്തില്ല. ആചാര്യന്മാരങ്ങനെ പറയാം. ഇപ്പം കർമ്മം ചെയ്യുമ്പോൾ കർമ്മഫലത്തിനെ ഉണ്ടാക്കും. ആ കർമ്മഫലത്തിന് വേണ്ടിയിട്ട് വേറെ ജന്മം എടുക്കേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ദുഃഖപൂർണമായിട്ടുള്ള ലോകത്തിലേക്ക് വീണ്ടും മടങ്ങി വരുന്ന LKG ക്ലാസ്സിൽ നമ്മൾ പോയി ഇരിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് ക്ലാസ്സിൽ തന്നെ ഇരിക്കാൻ മടിയായി ഇപ്പം. കാര്യം എന്നാ, ക്ലാസ് എടുക്കുന്ന ആളുടെ റൂളിലായിരിക്കുമല്ലോ ക്ലാസ് പോകുന്നത്. നമുക്കങ്ങനെ പറ്റൂല. അതാ ഇപ്പം എനിക്കിപ്പോൾ 6:30 ക്ലാസ് നിർത്തും. നമുക്കൊരു സന്തോഷമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെല്ലാവരും നിങ്ങളുടെ എല്ലാവരും പിടിച്ച് LKG ക്ലാസ്സിൽ പോയി ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു ജന്മം വേണോ? നമ്മൾ വലിയ കവിതയൊക്കെ അടിക്കും, ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ഈ അമ്മയുടെ വയറ്റിൽ പിറക്കണം, പിന്നെന്താണ് ഈ അതൊക്കെ പറയാനൊക്കെ കൊള്ളാം. ഒന്നുകൂടെ നമുക്കൊരു ജന്മം തരുന്നെന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമ്മളത് പറയില്ല. ഇപ്പോഴും എനിക്ക് ഫിസിക്സ് എന്ന് കേൾക്കുമ്പോൾ പെടയാ. ഞാൻ ബ്രഹ്മചാരി ആയതിനു ശേഷവും ചില സമയത്ത് +2 ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സ്വപ്നം കണ്ടിട്ടുണ്ട്. ആലോചിച്ച് നോക്കി, സത്യമായിട്ട് ഞാൻ തമാശ പറയല്ല. ഇനിയും നമ്മൾ കടന്നു പോയതിൽ കൂടെയൊക്കെ കടന്നു പോകണം എന്ന് പറയുകയാണെങ്കിൽ വേണ്ട ഭഗവാനെ, ഇത് ലാസ്റ്റ് ജന്മം ആകണേ നമ്മൾ പ്രാർത്ഥിക്കില്ലേ? കർമ്മം നമ്മളെ അടുത്ത ജന്മത്തിലേക്ക് തള്ളിയിടും. ഓക്കെ, ഇങ്ങനെയുള്ളൊരു കർമ്മം പരമാണോ? ഇവിടെ എന്താ പറയാ? കർമ്മം പരമാണ്. ഇത് മക്കളെ, നിങ്ങളിരുന്ന് കർമ്മടന്മാരായിട്ട് ചെയ്യുന്നില്ലേ? ഈ കർമ്മം എന്താണ്? ഇത് പരമാണോ? അല്ല, കർമ്മം പരമല്ല. കാര്യം എന്നാ? ഇത്രയും ഡിഫക്ട്സ് ഉണ്ട് ഈ കർമ്മത്തിൽ. ഇത് ഒരിക്കലും സുപ്രീം അല്ല. കാര്യം ആരാണപ്പോൾ പരം എന്ന് നോക്കിക്കഴിഞ്ഞാൽ കർമ്മം എന്തുകൊണ്ട് പരമല്ല എന്നറിയാം. കാര്യം കർത്തുഹു, ആ ഈശ്വരനാണ് പരം. ആ ഈശ്വരനാണ് ഏറ്റവും ഉയർന്നത്. കാര്യം എന്താ? അദ്ദേഹത്തിൻ്റെ ആജ്ഞയാലാണ് കർമ്മത്തിൻ്റെ ഫലം ലഭിക്കുക. ആണോ അല്ലയോ? ഞാനൊരു കർമ്മം ചെയ്തു. ഇന്നലെ മിനിങ്ങാന്ന് പ്രവീൺജി ചോദിച്ചതുപോലെ ഒരു കർമ്മം ചെയ്തു. അതിൻ്റെ ഫലം അപ്പം കിട്ടുന്നില്ല. എപ്പോഴാണ് കിട്ടുന്നത്? ഞാനും ചെയ്തു, ടീച്ചറും ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ഒരേ കാര്യം ഒരേപോലെ ചെയ്തു. പക്ഷെ രണ്ടുപേർക്കും ഒരേപോലെ റിസൾട്ട് വരുന്നില്ല. എന്താ കാര്യം? നമുക്കറിയാൻ പറ്റുമോ? നമുക്ക് സത്യത്തിൽ അറിയത്തില്ല ആരെ റിസൾട്ട് തരും. അപ്പം റിസൾട്ട് തരുന്ന ഒരു ഫാക്ടറുണ്ട്, അതിനെ നമുക്ക് ഈശ്വരൻ വിളിക്കാമെന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, എല്ലാവരും ചെയ്യുന്നതൊക്കെ ഒരേപോലെ വർക്കൗട്ട് ആവുകയാണെങ്കിൽ, അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആരെങ്കിലും മാറ്റി ചെല്ലുമോ? കഴിഞ്ഞ ദിവസമല്ല, പണ്ടത്തെ മോഹൻലാലിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അതായത് വിന്നിങ് അല്ലെങ്കിൽ വിജയിക്കുന്ന സിനിമകളുടെ ഫോർമുല, അങ്ങനൊരു ഫോർമുല ഇല്ല. ഒരു ട്രെൻഡൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ചെയ്യുമായിരിക്കും, പക്ഷെ അങ്ങനെ ഒരു ഫോർമുല ഇല്ല. ഉണ്ടെങ്കിൽ എല്ലാവരും അതേ കണക്ക് ചെയ്യില്ലേ? ആർക്കും അറിയത്തില്ല ഇത് എങ്ങനെ ആൾക്കാർ ഏറ്റെടുക്കാൻ പോകുന്നതെന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ ആരോ ഒരാൾ ഈ കർമ്മത്തിൻ്റെയും അതേപോലെ കർത്താവിൻ്റെയും ഇടയ്ക്ക്, അല്ലെങ്കിൽ എന്നെ പോലുള്ള ഒരു ഡൂവറിൻ്റെ ഇടയ്ക്ക്, ഞാൻ ചെയ്യുന്ന ഒരു കർമ്മത്തിൻ്റെ ഫലത്തിൻ്റെ ഇടയ്ക്കിരുന്ന് ഇത് ഈ രീതിയിൽ വർക്കൗട്ട് ആകണം എന്നൊരു ചരട് പിടിക്കുന്നുണ്ട്. അയാളാണ് പരം. ആര്? ആ ഈശ്വരനാണ്. കർമ്മം ചെയ്തു, അപ്പോൾ തന്നെ ഫലം ലഭിക്കുമോ? ഇല്ല. ആരാ ഡിസൈഡ് ചെയ്യുന്നത്? അത് ഇതിനെപ്പറ്റിയൊക്കെ അറിയാവുന്നതായിട്ടുള്ള, ഈ കർമ്മത്തിനെ ഈ ലോകത്തിനെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളതായിട്ടുള്ള ആ പരമമാണ് എന്താ അതിനറിയുക. ഓക്കെ, ഇവിടെ ഒരു ഡിസൈഡിങ് ഫാക്ടർ ഉണ്ട്. ഓക്കെ, കർമ്മം ചെയ്യുന്ന ആളുണ്ട്, അയാൾ അല്പജ്ഞനാണ്, ഞാൻ അല്പജ്ഞനാണ്. ഞാൻ കർമ്മം ചെയ്യുന്ന ആൾ, ഞാൻ അല്പജ്ഞനാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളും ലിമിറ്റഡാണ്. പക്ഷെ ഇത് എങ്ങനെയുള്ള റിസൾട്ട് തരണം എന്നത് ഡിസൈഡ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഡിസൈഡിങ് ഫാക്ടർ ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ പ്രധാനമായിട്ട് ഓർക്കണം. ആ ആളാണ് പരം. ഓക്കെ, ഇപ്പോൾ ചോദ്യം എന്തായിരുന്നു? കർത്തുഹു ആജ്ഞയാ പ്രാപ്യതേ ഫലം.
അതായത് കർത്തു, അതായത് ആ കർത്താവിൻ്റെ അല്ല, ആ ഭഗവാന്റെ ആജ്ഞയാലാണ് ഫലങ്ങൾ ലഭിക്കുക. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആ കർമ്മം പരമല്ല. പിന്നെയോ കർമ്മം ജഡമാണ്. ജഡം എന്ന് പറഞ്ഞാൽ, കർമ്മം ജഡമാണെന്ന് പറഞ്ഞാൽ അത് ഇൻസെൻഷ്യൻ്റാണ്. സെൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിലേ അവിടെ കർമ്മം നടക്കുകയുള്ളൂ. ഒരു ആക്ഷൻ നടക്കണമെങ്കിൽ അത് ചെയ്യാൻ ഒരാൾ വേണം. അല്ലാതെ ഒരു കർമ്മം മാത്രമായിട്ടില്ല, വേറെ പല കാര്യങ്ങൾ വേണം ഒരു വർക്ക് സംഭവിക്കാൻ, ഒരു കർമ്മം നടക്കാം. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ കർമ്മം അത് ജഡമാണ്, ഇനേർട്ടാണ്, ഇൻസെൻഷ്യൻ്റ് ആണ്. ഇനി ഇതിൻ്റെ പ്രശ്നം എന്താ? പ്രശ്നം അടുത്ത ശ്ലോകത്തിൽ പറയും. ആ ശ്ലോകം കൂടെ നമ്മളൊന്ന് വായിച്ച് ഒന്ന് സാമാന്യമായിട്ട് കണ്ടിട്ട് പോകും. നമുക്ക് കർത്തുരാജ്ഞയാ പ്രാപ്യതേ ഫലം അവിടെ തൊട്ട് വായിക്കാം. ഓക്കെ. കർത്തുരാജ്ഞയാ പ്രാപ്യതേ ഫലം കർമ്മ കിം പരം കർമ്മ തജ്ജഡം. അടുത്തത് കൃതിമഹോദദൗ. കൊള്ളാലോ, ഏറ്റുവേണം. കൃതിമഹോദദൗ പതന കാരണം ഫലമശാശ്വതം ഗതിനിരോധകം. ഒരുമിച്ചല്ല. കൃതിമഹോദദൗ പതന കാരണം ഫലമശാശ്വതം ഗതിനിരോധകം. കൃതിമഹോദദൗ, കൃതി മഹാ ഉദതൗ. അതായത് ആ കർമ്മസാഗരത്തിൽ, നമ്മളെല്ലാവരും ഈ കർമ്മസാഗരത്തിൽ പെട്ട് കിടക്കുകയാണല്ലോ. ആ ആക്ഷൻ്റെ, അതായത് കർമ്മത്തിൻ്റെതായിട്ടുള്ള സാഗരത്തിൽ ഒരു കർമ്മം ചെയ്ത് വേറൊരു കർമ്മം ചെയ്ത് വേറൊരു കർമ്മം ചെയ്ത് അങ്ങനെയുള്ളൊരു സാഗരത്തിൽ പെട്ട് കിടക്കുമ്പോൾ അവിടെ അശാശ്വതം ഫലം, ശാശ്വതമല്ലാത്ത ഫലം, അത് പതന കാരണം, അത് വീഴ്ചയ്ക്ക് കാരണമാകും. ആരുടെ? മനുഷ്യൻ്റെ. അത് മാത്രമല്ല, അത് ഗതി നിരോധകമാണ്. അതായത് ഉയർച്ചയ്ക്ക്, നമ്മുടെ പ്രോഗ്രസ്സിന്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തടസ്സമാണ് കർമ്മം. ഓക്കെ. ഇതാണ് നമ്മളിനി കാണുക. എന്താണ്? കർമ്മം ജഡമാണ്, കർമ്മം ജഡമാണ്. അതേപോലെ ആ കർമ്മത്തിനേക്കാൾ പരമായിട്ടുള്ളത് ആരാണ്? ഈശ്വരനാണ്, കർത്ത. ഓക്കെ. ഈ കർമ്മത്തിൻ്റെ വേറെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കാര്യം ഈ കർമ്മം ഫുള്ളല്ല. ഒന്നാമത്തെ കാര്യം, ഈ കർമ്മം പൂർണ്ണമല്ല. ഓക്കെ. അതുകൊണ്ട് തന്നെ, ഇത് പൂർണ്ണമല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമാക്കാൻ നമ്മൾ വീണ്ടും 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 നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. ഇനിയോ അതേ റിസൾട്ടാണ് വന്നതെങ്കിലോ, അല്ലെങ്കിൽ ചിലപ്പോൾ അതേ റിസൾട്ടിനായിട്ട് നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ ബെറ്റർ റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കും. അതായത് കർമ്മം ഒരു തലത്തിലും പൂർണ്ണമല്ല. മാത്രമല്ല അവിടെ എന്താണ്, ഈ കർമ്മം നമ്മുടെ പതനത്തിന് കാരണമാണ്, നമ്മുടെ വീഴ്ചയ്ക്ക് കാരണമാണ്. മാത്രമല്ല അത് മോക്ഷത്തിനെ, ഗതി എന്ന് പറഞ്ഞാൽ മോക്ഷമാണ്, ആ മോക്ഷത്തിനെ നിരോധിക്കുന്നത് ആണ് എന്നാണ്. നിരോധിക്കുക എന്ന് പറഞ്ഞാൽ മോക്ഷത്തിലേക്ക് നമ്മളെ സഹായിക്കില്ല. ഞാൻ 2 സെനാരിയോ കാണിച്ചു തരാം. എന്താ 2 സെനാരിയോ? ഒന്ന്, വേണ്ടത് കിട്ടിയില്ല എങ്കിൽ ഞാൻ എങ്ങനെയാണ് കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. കർമ്മം നമ്മൾ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ചെയ്തു, മനസ്സിൽ വിഷ്വലൈസ് ചെയ്തു നോക്കണം. കർമ്മം ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന സമയത്ത്, സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാനൊരു കർമ്മം ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക? കർമ്മം ചെയ്യുക. ഈ ആഗ്രഹം ബ്ലോക്ക്ഡായി എന്ന് വെക്കുക. ഞാൻ കർമ്മം ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ ഈ ആഗ്രഹം നിറവേറാൻ. ഈ ആഗ്രഹം ബ്ലോക്ക്ഡായി എന്ന് വെക്കുക. എന്ത് പറ്റും? ദേഷ്യം വരും. എനിക്ക് ദേഷ്യം വരും. എനിക്ക് ചിലപ്പം വിദ്വേഷം വരും, ഹെയ്റ്റ് വരും, ഈ സാധനമൊക്കെ ഉണ്ടാവും. ഇതെന്ത് പറ്റുമെന്നറിയാമോ? ഈ ദേഷ്യം നമ്മളെ മോഹത്തിലേക്ക് കൊണ്ടുപോകും. മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ മോഹമല്ല, സംസ്കൃതത്തിലെ മോഹം. അതായത് ഡെല്യൂഷൻ, കൃത്യ അകൃത്യ അവിവേകം. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള അവിവേകം. എന്താ ഞാൻ പറഞ്ഞു? ഒന്നുകൂടെ പറയൂ. അത് എനിക്കൊരു കാര്യം വേണം എന്ന് തോന്നി, അതിന് വേണ്ടിയിട്ട് ഞാൻ കർമ്മം ചെയ്യുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ച ഫലം കിട്ടിയില്ല എങ്കിൽ എനിക്ക് ദേഷ്യം ഉണ്ടാവും. എനിക്ക് ദേഷ്യം വന്നാൽ എന്ത് പറ്റും? ഞാൻ മോഹത്തിൻ്റെ പിടിയിൽ വീഴും. ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ ചെയ്യേണ്ട എന്നറിയാൻ മേലാത്തതിലേക്ക് വീഴും.
ഞാൻ എന്താവും? ഞാനൊരു മൃഗത്തിനേക്കാൾ കഷ്ടമാവും. ദേഷ്യം വന്ന ആൾക്കാരെ, ചില ആൾക്കാരെങ്കിലും കണ്ടിട്ടില്ല, എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, അമ്മാതിരി വൈലൻ്റ് ആവും. ആണോ അല്ലയോ? ചില ആൾക്കാരെങ്കിലും കാണത്തില്ല ഇവിടെ കൊണ്ട്. ഞാനപ്പോൾ ഭയങ്കര ദേഷ്യത്തിൻ്റെ ആൾക്കാരാണെന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങളാരും ദേഷ്യപ്പെട്ടൊന്നും കണ്ടു കാണത്തില്ല എന്നെ. പക്ഷേ ഭയങ്കര കലിപ്പാന്നൊക്കെയാണ് ചില ആൾക്കാരൊക്കെ പറയുന്നത്. എനിക്ക് അങ്ങനെ ദേഷ്യമൊന്നുമില്ല. പക്ഷേ കൊച്ചിലെയൊക്കെ ഉണ്ടായിരുന്നു, അമ്മയായിട്ടൊക്കെ ഇടി ഉണ്ടാക്കുമായിരുന്നു. അമ്മ ഇടിക്കത്തൊന്നുമില്ല, പക്ഷെ വഴക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ ആലോചിക്കുമ്പോഴത്തേക്കും പേടിയും അതേപോലെ തന്നെ എന്താണ് കഷ്ടവും തോന്നും. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. എനിക്ക് എപ്പോഴെങ്കിലും തിരിച്ചു പോയിട്ട് റീവൈൻഡ് ചെയ്യണം എന്നുള്ളൊരു ഇൻസിഡൻറ്റ്. എന്താണെന്നറിയോ? എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ അന്ന്, സ്വന്തം ചേട്ടനല്ല കസിൻ്റെ കല്യാണത്തിൻ്റെ അന്ന്, ഒരമ്പലത്തിലാണ് ഈ കല്യാണം നടക്കുക. കല്യാണം കഴിഞ്ഞിട്ട് ഈ ഊണിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുമല്ലോ, ഒരു രക്ഷയില്ലാത്ത ഇടിയായിരിക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഇടനാഴി കൂടാണ് കയറ്റി വിടുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ ക്യൂ നിന്നിട്ട് ഞങ്ങൾ ഓടിക്കയറി ചെല്ലുന്ന സമയത്ത് എന്താണ്, അവിടെ ഒരു 4-5 കസേര റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചെറുക്കൻ്റെ അനിയനാണ്, കോളേജിൽ പഠിക്കുന്ന സമയമാണ്. ഭയങ്കര അഹങ്കാരവും അതിനേക്കാളും ഒരു ബോധമില്ലായ്മയുള്ള സമയമാണല്ലോ. ഓക്കെ, അവിടെ ചെന്നപ്പോൾ ഞാൻ ആ കസേര പിടിച്ച് തിരിച്ചിട്ട് ഉടനെ അവിടെ ഇരുന്ന ആൾക്കാരാരാണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇല്ല അത് റിസർവ് ചെയ്തേക്കുന്നതാണ്. നമ്മൾ കലിപ്പായില്ലേ, നിങ്ങൾ ആരാന്നറിയോ? ചെറുക്കൻ്റെ അനിയനാണ്. മട്ട് നിറച്ച് ഭയങ്കര ബഹളം. പയ്യനാണേ, മീശ പോലും കൃത്യമായിട്ട് വന്ന് കാണത്തില്ല. വന്നൊക്കെ മീശ ഉണ്ട്, ഉണ്ട്, എങ്കിലും ഭയങ്കര കലിപ്പെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കലിപ്പ്. അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ പെണ്ണിൻ്റെ, അതായത് എൻ്റെ ചേട്ടത്തിയുടെ ആങ്ങള വന്നു. ആണ് എന്നിട്ട് എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു നീ പോടാ, എന്നെക്കാട്ടും നല്ല പ്രായമുള്ള ചേട്ടനാണ്. ഭയങ്കര കലിപ്പ്. അത് കഴിഞ്ഞിട്ട് എന്നെ ആൾക്കാരൊക്കെ വിളിച്ചുകൊണ്ട് പോയപ്പം നമ്മളെ നീ ചെയ്തത് സൂപ്പറാടാ, അങ്ങനെ ചെയ്യണം എന്ന് പറയാനും ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? പഴയ വീടുകാരുടെ മറ്റേ ഉശിരി മറ്റേത് മറിച്ചതെന്നെല്ലാം പറയാനുള്ള ആൾക്കാരുണ്ട്. എനിക്ക് നാണം കെട്ട് പോയത് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറേ നാളുകൾക്ക് ശേഷം, അപ്പോൾ ഈ ചേച്ചിയിലായിട്ട് ഞാൻ ഭയങ്കര കമ്പനിയാണേ. കുറേ നാളുകൾക്ക് ശേഷം എന്തോ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ കല്യാണ കാസറ്റിനെ പറ്റി സംസാരം വന്നു അവിടെ. അത് പറഞ്ഞ് ഇവിടെ നിൻ്റെ വീഡിയോ എപ്പോൾ അവിടെ വന്നാലും അവരൊക്കെ പറയുന്നത് അവനാണതെന്ന് പറയുമെന്ന്. എനിക്കാണെങ്കിൽ ഇതിനേക്കാളും നാണക്കേടില്ല. അതിനുശേഷം ഞാൻ ബ്രഹ്മചാരി കോഴ്സിന് പോയി. ബ്രഹ്മചാരി കോഴ്സിന് പോകുമ്പോഴും ഇവരുടെ റെഫറൻസ് എന്താണെന്നറിയാവോ? കല്യാണത്തിന് പ്രശ്നം ഉണ്ടാക്കിയവൻ. മനസ്സിലായില്ലേ? അന്ന് ഒരു കാര്യമില്ല. എനിക്ക് ആ സീറ്റ് വേണം എന്നുണ്ടായിരുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ കർമ്മം ചെയ്തു. എന്താണ്? ക്യൂ നിന്ന് ഇടിച്ച് കയറി. അതിനെ അവർ തടഞ്ഞു. എനിക്ക് ദേഷ്യമായി. ആ ദേഷ്യം ഡെല്യൂഷനായി. ഞാൻ ആരാണെന്നുള്ളത് മറഞ്ഞ് എൻ്റെ ചേട്ടൻ്റെ കല്യാണം ചിലപ്പോൾ ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ മുടങ്ങിയേനെ. കാര്യം എന്നാ, ഇപ്പം ഇടിയും ബഹളം നിങ്ങൾ കണ്ടിട്ടില്ല? ഹരിപ്പാടൊക്കെ പപ്പടത്തിൻ്റെ പേരിൽ ഇടിയുണ്ടായി, കല്യാണം മുടങ്ങി. ചെറുക്കനെ ബക്കറ്റ് വെച്ച് തല്ലുന്ന വീഡിയോ ഉണ്ട്, യൂട്യൂബിലുണ്ട്. അതായത് കല്യാണ ചെറുക്കനെ ബക്കറ്റില്ല, സ്റ്റീൽ ബക്കറ്റ് വെച്ചിട്ട് തല്ലുകയാണ്. ആ വീട്ടിൽ ആ പെൺകുട്ടി എങ്ങനെ പോയി താമസിക്കുമെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആലോചിച്ച് നോക്കിയേ. ഈ പ്രശ്നമാണ് എന്താ കർമ്മം ഉണ്ടാക്കുന്നത്, അല്ലല്ലോ? കർമ്മത്തിനെ നമ്മൾ തെറ്റായിട്ടെടുക്കുക. ഇനിയോ വേണ്ടത് കിട്ടി നോക്കുക. ഇതിൻ്റെ അടുത്ത സെനാറിയോ എന്താണ്? കർമ്മം ഡിസയർ ചെയ്തത് കിട്ടി, ഗോഡ് വാട്ട് വി വാണ്ട്. അത് പെർമനൻ്റ് അല്ല. എനിക്കെന്തെങ്കിലും ഒരു കാര്യം കിട്ടി, അത് പെർമനൻ്റ് അല്ല. അത് നിലനിർത്താനുള്ള ശ്രമം ഞാൻ നടത്തിക്കൊണ്ടേയിരിക്കും. അതിന് വേണ്ടിയിട്ട് എന്തും ഞാൻ ചെയ്യും. എനിക്ക് കിട്ടിയ സന്തോഷം നിലനിർത്താൻ ഞാൻ എന്തും ചെയ്തുകൊണ്ടേയിരിക്കും. അതേ കാര്യമുള്ള ആളുകളുടെ ഒപ്പം എത്താൻ ശ്രമിക്കും. അനാവശ്യ വാശിയും വൈരാഗ്യമൊക്കെ വരും, അസൂയ വീണ്ടും വരും. ഇത് നമ്മളെ കർമ്മത്തിൻ്റെ സൈക്കിളിലിടും. നമുക്ക് എന്താണ്, ഒരു തൃപ്തിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും. ഇതൊക്കെയാണ് കർമ്മം പതന കാരണമാണ്. കൃതി മഹോദതവും പതന കാരണം. ഇത് നമ്മുടെ പതനത്തിന് കാരണമാണ്. ഓക്കെ, കർമ്മം പരമാണെന്ന് കരുതുന്നതിന് കാരണമാണ് ഇതൊരു കാരണം. പിന്നെയോ ഇതൊക്കെ എന്ത് ചെയ്യണം? ഇതൊക്കെ നമ്മുടെ പതന കാരണമാണെന്ന് മനസ്സിലാക്കണം. മാത്രമല്ല ഇതിൻ്റെ ഫലം അശാശ്വതമാണ്. കർമ്മം ചെയ്തിട്ട് കിട്ടുന്നതായിട്ടുള്ള ഫലം എന്ത് തന്നെ ആയിക്കോട്ടെ, അത് അശാശ്വതമാണ്. ഈ കർമ്മത്തിൻ്റെ പ്രശ്നത്തിൽ നിന്ന് വെളിയിൽ വരാൻ നമ്മൾ എന്ത് ചെയ്യണം? കർമ്മത്തിനെ ഡിവിനൈസ് ചെയ്യണം. ഇതാണ് പോയിന്റ്. ഓക്കെ, ഇതിനെയാണ് കർമ്മയോഗം എന്ന് പറയാം. അതായത് എന്ത് ചെയ്യണം? ഈ കർമ്മത്തിൻ്റെ പ്രോബ്ലത്തിൽ നിന്ന് വെളിയിൽ വരാൻ, ഈ പതന കാരണമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ഫലം നൽകാത്തതായിട്ടുള്ള നമ്മുടെ മോക്ഷത്തിൽ നിന്ന് നമ്മളെ തടയുന്നതായിട്ടുള്ള ഈ കർമ്മത്തിൻ്റെ
പ്രോബ്ലത്തിൽ നിന്ന് വെളിയിൽ വരാൻ എന്ത് ചെയ്യണം? കർമ്മം തന്നെയാണ് ഫലം. ആ ഫലം എന്താ ചെയ്യേണ്ടത്? അത് നമ്മൾ കർമ്മയോഗത്തിൻ്റെ ഭാവത്തിൽ ചെയ്യണം. അതാണ് അടുത്ത ശ്ലോകം. അടുത്ത ശ്ലോകം നമ്മൾ കണ്ടിട്ട് അതിൻ്റെ അർത്ഥം ഒന്ന് സാമാന്യ അർത്ഥം കണ്ടിട്ട് അതിൻ്റെ വിശദീകരണം നമ്മൾ നാളെ കാണാം. ഓക്കെ. ഈശ്വരാർപ്പിതം നേച്ഛയാ കൃതം ചിത്തശോധകം മുക്തിസാധകം ഈശ്വരാർപ്പിതം നേച്ഛയാ കൃതം ചിത്തശോധകം മുക്തിസാധകം. അതായത് ഈ കർമ്മം പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അതായത് പതന കാരണമായിട്ടുള്ള പിന്നെന്താണ് ഫലം, ശാശ്വതമായിട്ടുള്ള ഫലം നൽകാത്തതായിട്ടുള്ള ഗതി നിരോധകമായിട്ടുള്ള, അതുമാത്രമല്ല നമ്മൾ കണ്ടൊരു 5-6 പോയിന്റ്സ് ഉള്ള ഈ പ്രശ്നമായിട്ടുള്ള കർമ്മത്തിൻ്റെ പിടിയിൽ നിന്ന് എനിക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? പറയാണ് ഈശ്വരാർപ്പിതം, ഭഗവാനിൽ സമർപ്പിച്ച ഇച്ഛയാ കൃതം, ആഗ്രഹം ഇല്ലാതെ ഒട്ടലില്ലാതെയുള്ള കർമ്മം. അത് ചിത്തശോധകം, മനസ്സിനെ ശുദ്ധീകരിക്കുന്ന കർമ്മമാണ്. അത് മുക്തിസാധകം, അത് മുക്തിയെ നൽകുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? കർമ്മം തന്നെ. ഇവിടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കർമ്മവും കർമ്മയോഗവും തമ്മിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ വ്യത്യാസമില്ല. കോട്ടയം അയ്യപ്പാസ് എന്ന് പറയുന്ന കണക്കാ. പുറത്തു നോക്കുമ്പോൾ വിശാലമായ ഷോറൂം, അല്ല പുറത്തു നോക്കുമ്പോൾ ചെറിയ കട, അകത്ത് വിശാലമായ ഷോറൂം എന്നാണ് വ്യത്യാസം. അത് ഞാൻ ഒരാൾ കർമ്മയോഗം ചെയ്യുന്ന ഒരാൾ, വേറൊരാൾ സാധാ കർമ്മം ചെയ്യുന്നു. ഇതൊരാൾക്ക് പുറത്തു നിന്ന് നോക്കി മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെയോ ഇത് ചെയ്യുന്ന ആളുടെ ആറ്റിറ്റ്യൂഡിൻ്റെ വ്യത്യാസമാണ് ഒരു കർമ്മത്തിനെ കർമ്മയോഗമാക്കി മാറ്റും. എന്താ ഒന്നുകൂടെ പറയൂ. ഒരു കർമ്മത്തിനെ കർമ്മയോഗമാക്കുന്നത് ആ കർമ്മത്തിൻ്റെ പുറകിലുള്ള ആറ്റിറ്റ്യൂഡാണ്. കർമ്മയോഗ ഈസ് നോട്ട് ആൻ ആക്ഷൻ, ഇറ്റ്സ് ആൻ ആറ്റിറ്റ്യൂഡ് എന്ന് പൂജ്യ ഗുരുദേവൻ പറയുന്നതാണ്. ഓക്കെ. ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യണം. കാരണം ചെറു കർമ്മങ്ങൾ പോലും നമ്മളെ ട്രാപ്പ് ചെയ്യും. വളരെ ചെറിയൊരു കർമ്മം പോലും നമ്മളെ ട്രാപ്പ് ചെയ്യും. വളരെ നല്ലതാണെന്ന് നമ്മൾ വിചാരിക്കുന്ന കർമ്മം പോലും നമ്മളെ ട്രാപ്പ് ചെയ്യും. പോയിന്റ് ഇതാണ്. ഏത് കർമ്മമാണോ നമ്മളെ ബന്ധിപ്പിക്കുന്നത്, അതേ കർമ്മം നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറുന്ന സമയത്ത് അതേ കർമ്മം എന്താണ്? മോക്ഷത്തിന് കാരണമാണ്. ഓക്കെ. 4 കാര്യങ്ങളുണ്ട്. ഈ 4 കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ നാളെ വിശദീകരിക്കും. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? പോയിന്റ്, അതായത് കർമ്മയോഗത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 4 കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, കർത്തൃത്വ നിർവഹണം. അതാണ് കർമ്മയോഗത്തിലെ ഫസ്റ്റ് സാധനം. എന്താ കർത്തൃത്വ നിർവഹണം എന്ന് പറഞ്ഞാൽ? ഡ്യൂട്ടി ചെയ്യണം. ഡ്യൂട്ടി, അതാണ് കർമ്മയോഗം എന്ന് പറഞ്ഞാൽ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണോ നമ്മുടെ ഡ്യൂട്ടി അത് ചെയ്യണം. 2, സമ്യക് ആചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ചെയ്യണം. വഴിപാട് കണക്ക് ചെയ്യരുത്. ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്, പക്ഷെ വഴിപാടാണ്. ഇല്ലില്ല, സമ്യക് ആചരണം നല്ല രീതിയിൽ ചെയ്യണം. 3, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? ഈ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത്, സമ്യക്കായിട്ട് ആചരിക്കുന്ന സമയത്ത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? ഈശ്വരാർപ്പണ ബുദ്ധിയായിരിക്കണം. 4, പ്രസാദ ബുദ്ധിയായിരിക്കണം. ഈശ്വരാർപ്പണ ബുദ്ധി ചെയ്യുന്ന സമയത്തും പ്രസാദ ബുദ്ധി അതിൻ്റെ റിസൾട്ട് സ്വീകരിക്കുന്ന സമയത്ത്. എന്താ ഈശ്വരാർപ്പണ ബുദ്ധി? എന്താ പ്രസാദ ബുദ്ധി? എന്താണ് കർത്തൃത്വ നിർവഹണം? എന്താണ് സമ്യക് ആചരണം എന്നെല്ലാം ഉള്ളത് നമ്മൾ നാളെ കാണാം. ഓക്കെ. പക്ഷെ പോയിന്റ് ഇതാണ്. എന്താ പോയിന്റ്? ചിലപ്പോൾ നമ്മൾ ശരിയെന്ന് വിചാരിക്കുന്നത് മുഴുവൻ ശരിയാകണം എന്നില്ല. കാര്യം നമ്മളെല്ലാവരും, അതായത് 99.99% ആൾക്കാരും ഈ ഒരു ആധ്യാത്മിക മാർഗത്തിൽ വരുന്ന ആൾക്കാരല്ലാത്തവരെല്ലാവരും, ഈവൻ ആധ്യാത്മിക മാർഗത്തിൽ വരുന്നവരായിക്കോട്ടെ, അവർക്ക് പോലും ഈ ഒരു ചിന്തയുണ്ട്. എന്താ? അവർക്ക് ആ തൃപ്തി വരത്തില്ല. ഞാൻ ഇത്ര ചെയ്തിട്ട് എന്തുകൊണ്ടാണിത്? മനസ്സിലായാലും ഞാൻ ഇത്ര ചെയ്തിട്ട് എന്തുകൊണ്ടാണിത് എന്ന് നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? കാര്യം എന്താണെന്നറിയോ? കർമ്മത്തിൻ്റെ ഈ പ്രശ്നത്തിന് മനസ്സിലാകാത്തതുകൊണ്ടാണ്. നാളെ നമ്മൾ കർമ്മയോഗം പഠിക്കുന്ന സമയത്ത് ഒരിക്കലും കമ്പോസ്ഡ് ആകാൻ പറയുന്നില്ല, ഒരിക്കലും കണ്ടന്റഡ് ആകാൻ പറയുന്നില്ല. ഡൂ ദി ബെസ്റ്റ് എന്ന് തന്നെയാ പറയാം. പക്ഷേ നമ്മൾ അലേർട്ട് ആയിട്ടിരിക്കണം. എന്ത്? കർമ്മം എന്ന് പറയുന്നത് പൂർണ്ണമല്ല.
ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവർ ഉരുവപ്പെട്ടവരെല്ലാവരും എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റ് ഏറ്റെടുത്തിട്ടുള്ളവരായിരിക്കും അല്ലേ? നമുക്ക് ആ പ്രൊജക്റ്റ് തൃപ്തി നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. നമ്മളെപ്പോൾ നോക്കിയാലും നമ്മളിപ്പോൾ ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാം എന്ന് നമുക്കൊരു തോന്നലുണ്ടാകും. പക്ഷേ ചില സമയത്ത് നമുക്കതൊരു തൃപ്തിയും നൽകിയിട്ടുണ്ടായിരിക്കും. ആ തൃപ്തി വരുമ്പോഴാണ് ഞാൻ കർമ്മയോഗ ഭാവത്തിൽ ചെയ്താൽ മാത്രമേ എനിക്ക് ആ തൃപ്തി വരുള്ളൂ. ആ സെൽഫിഷ്നെസ് ഉണ്ട് എങ്കിൽ തൃപ്തി വരില്ല. ഇതെന്താണെന്ന് നമ്മൾ നാളെ വിശദീകരിച്ച് കാണും. ചിലപ്പം ഇത് പഠിപ്പിക്കുന്ന ആൾക്കാർ, ഈ കർമ്മയോഗത്തിനെ പഠിപ്പിക്കുന്ന ആൾക്കാർ പോലും, അല്ലെങ്കിൽ ഈ ആധ്യാത്മികമായിട്ട് പഠിപ്പിക്കുന്ന ആൾക്കാർ പോലും ഭയങ്കരമായിട്ട് റിസൾട്ട് ഓറിയൻറ്റഡ് ആവും. നമ്മൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്, ഒരു സംശയം വേണ്ട. തെറ്റിദ്ധരിക്കപ്പെട്ടേക്കുന്ന ഒരു പോയിന്റാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതായത് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്നുള്ള ലൈൻ അല്ല. നമ്മുടെയൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താ? ബെസ്റ്റ് ചെയ്യണം എന്നാ. ഉദാഹരണം പറയാതെ ആൾക്കാർ എങ്ങനെയാണ് ഇതിനെ തെറ്റിദ്ധരിച്ചേക്കുന്നതെന്ന് പറയാം. സിഫ് എന്ന് പറഞ്ഞാൽ ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷനിൽ ഒരു ചേട്ടൻ വന്നു ജോലിക്കല്ല, പുള്ളി വീട്ടിൽ റിട്ടയർ എല്ലാം ആയ സമയത്ത് അദ്ദേഹം അവിടെ വന്ന സമയത്ത് പറഞ്ഞ് എനിക്ക് കുറച്ച് സമയമുണ്ട്, ഞാൻ വേണമെങ്കിൽ സർവീസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. സർവീസ് ചെയ്യാം വന്ന സമയത്ത് ഇദ്ദേഹം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പണി എടുക്കില്ല. അപ്പോൾ സർവീസ് ചെയ്യുക, മനസ്സിലായാലേ? അപ്പോൾ അവിടെ ചേച്ചിമാരാരെങ്കിലും അവിടെ തൂക്കുകയാണെങ്കിൽ പുള്ളി അവിടെ വന്ന് നോക്കിയിരിക്കും. തൂക്കൂ, നന്നായിട്ടുണ്ട്. അല്ലെങ്കിൽ അമ്പലത്തിൽ മറ്റേ എണ്ണയും തിരിയൊക്കെ അവർ മാറ്റുന്നുണ്ട്, ചുറ്റുവിളക്കിന് 1008 വിളക്കുണ്ടല്ലോ, അത് കത്തിക്കാം. അപ്പോൾ ബിജു ചേട്ടൻ അവിടെ നിന്ന് ഒറ്റയ്ക്ക് വിളക്ക് കത്തിക്കുകയാണെങ്കിലും പുള്ളി അത് നോക്കിക്കൊണ്ടിരിക്കും. ചേട്ടാ ഒന്ന് കത്തിക്കാൻ പറ്റില്ല, ഇല്ല ഞാൻ സർവീസ് ചെയ്യാം. കാര്യം ആൾക്കാരുടെ ധാരണ പൈസ മേടിക്കാതെ എന്ത് പണിയെടുത്താലും സർവീസാണ് എന്നാ. അല്ല, മനസ്സിലായാലും സർവീസ് ആറ്റിറ്റ്യൂഡാണ്. ഒരു സ്റ്റാഫിനാണോ ഒരു സേവകനാണോ ഉത്തരവാദിത്വം കൂടുതൽ? സേവകനാണ്. സ്റ്റാഫ് അയാളുടെ ജോലിയാണ് ചെയ്യുക, സേവക് അത് അയാളുടെ സേവനാണ്. സേവനത്തിനാണ് കൂടുതൽ സ്ട്രെസ് വേണ്ടത്, ഇൻറ്റൻസിറ്റി വേണ്ടത്. പക്ഷേ നമ്മളെന്താ തിരിച്ചാ? സ്റ്റാഫ് അയാളുടെ പണിയെടുക്കണം, സേവക് എനിക്ക് തോന്നിയേ ഞാൻ ചെയ്യും. ഇല്ല, ഈ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിൽ തന്നെ വന്നിട്ടുണ്ട് സർവീസിൻ്റെ കാര്യത്തിൽ. എനിക്ക് തോന്നിയതാണല്ലോ ഞാൻ സർവീസ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നത്, എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യും. അതല്ല സർവീസ്. കർമ്മയോഗം എന്താണ്? ആ കർമ്മയോഗം കർമ്മയോഗത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. സർവീസ് കർമ്മയോഗത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ നമ്മളൊരു സേവകാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ സെർവ് ചെയ്യുന്ന ഒരാളാണെന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഉത്തരവാദിത്വം കൂടുകയാണ് എന്ന് മനസ്സിലാക്കണം. അതേ സമയത്ത് ഞാൻ റിസൾട്ട് ഓറിയൻറ്റഡും അല്ല. ഞാൻ ആ റിസൾട്ടിന് വേണ്ടി പണിയെടുക്കും, പക്ഷെ റിസൾട്ട് ഓറിയൻറ്റഡും അല്ല. അതെന്താ? അത് അങ്ങനത്തെ ഒരു ബ്ലണ്ട് കാണിച്ചു തരാം നാളെ. കാര്യം ആ റിസൾട്ടിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ എനിക്ക് ചിലപ്പോൾ നന്നായിട്ട് പണിയെടുക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ കാണും. ഓക്കെ, നാളെ എന്താ നമ്മൾ കാണുക? എങ്ങനെയാണ് നമ്മളെ ബൈൻഡ് ചെയ്യുന്ന ഈ കർമ്മങ്ങൾ, അതായത് നമ്മുടെ ഈ ഒരു ബന്ധനത്തിന് കാരണമായിട്ടുള്ള ആ കർമ്മങ്ങൾ തന്നെ അതുപയോഗിച്ച് നമുക്ക് ആ മോക്ഷത്തിലേക്ക് പോകാൻ പറ്റുന്നത്, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്നത്, അതിൻ്റെ മാർഗം എന്താണ് നോക്കാം. ഓക്കെ. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.